മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റിങ്ങിൽ നമ്മൾ എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ഡിസ്കസ് ചെയ്തു, ടൈപ്പ് ഓഫ് കോസ്റ്റ് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു എലമെൻറ്റ് ഓഫ് കോസ്റ്റിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അതിൽ നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ് എലമെൻറ്റ് ഓഫ് കോസ്റ്റിൽ പ്രധാനമായിട്ടുള്ളത്? മെറ്റീരിയൽ, ലേബർ, അതുപോലെ തന്നെ ഓവർ ഹെഡ് അല്ലേ. അപ്പോൾ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. എങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഈ പറയുന്ന എലമെൻ്റ് ഓഫ് കോസ്റ്റുകൾ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഓവറോൾ കോസ്റ്റ് കൺട്രോൾ ആണ് സംഭവിക്കുന്നത് അല്ലേ. ഇപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ആ കോസ്റ്റിലുള്ള പ്രധാനപ്പെട്ട എലമെൻസുകൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കോസ്റ്റ് കൺട്രോളിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് മെറ്റീരിയൽ കൺട്രോൾ, ലേബർ കൺട്രോൾ, അതുപോലെ തന്നെ ഓവർ ഹെഡ് കൺട്രോളുകളാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പ്രധാനമായിട്ടും ആദ്യം എന്താണ് നമ്മൾ പറഞ്ഞു, പ്രൈം കോസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ഏതാണ്? മെറ്റീരിയൽ തന്നെയാണ്. മെറ്റീരിയൽ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോളിലൂടെ എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹിയർ material is the most important element of cost. Material cost control envisages a proper organization for the efficient purchasing and storing of the material. The material cost control aims at keeping the material cost within the reasonable limit. അല്ലേ. അപ്പോൾ ഒരു കോസ്റ്റ് കൺട്രോൾ സാധ്യമാവണമെങ്കിൽ എലമെന്റ് ഓഫ് കോസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമായിട്ടുള്ളതാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ നമ്മൾ എങ്ങനെയാണ് മെറ്റീരിയൽ കൺട്രോൾ സാധ്യമാകുന്നത്? ഇൻവെന്ററി കൺട്രോൾ ചെയ്യുക അല്ലേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ഒന്നും പാടില്ല. നമുക്കുള്ള റീസണബിൾ ലിമിറ്റിൽ നമ്മുടെ അവൈലബിൾ റിസോഴ്സസ് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ടെക്നിക്സും എന്തൊക്കെ മെത്തേഡ്സുകളാണ് ഒരു ഓർഗനൈസേഷൻ മെറ്റീരിയൽ കൺട്രോൾ സാധ്യമാക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്? അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ഡെഫിനിഷൻ നോക്കാം. മെറ്റീരിയൽ കൺട്രോൾ: ദ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ ദ പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ് ആൻഡ് ദ യൂസ് ഓഫ് മെറ്റീരിയൽ സോ ആസ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഈവൻ ഫ്ലോ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ പർച്ചേസ് സമയത്ത് മാത്രമാണോ? അല്ല, നമ്മളത് പ്രൊക്യൂർ ചെയ്യുമ്പോഴും അത് സ്റ്റോർ ചെയ്യുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വിജിലൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ ഫോമിൽ മാത്രമേ നമ്മൾ മെറ്റീരിയലിനെ കൈകാര്യം ചെയ്യാവൂ. പർച്ചേസ് ഓഫ് മെറ്റീരിയൽ വിൽ ഇൻക്ലൂഡഡ് ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മെറ്റീരിയൽ കൺട്രോളിൻ്റെ തുടക്കമെന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ മെറ്റീരിയൽ പർച്ചേസ്, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് മുതലാണ് നമ്മളവിടെ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് നെസസറി പ്രിക്കോഷൻസ് എടുക്കാനുള്ള അല്ലെങ്കിൽ നെസസറി സ്റ്റെപ്സ് നമ്മൾ എടുക്കുന്നത് എപ്പോഴാണ്? ആ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് തുടങ്ങുന്നത് മുതലാണ് അല്ലേ. അപ്പം പർച്ചേസ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്തു? എന്താണ് എലമെന്റ് ഓഫ് കോസ്റ്റിൽ പറഞ്ഞു. എന്നാലും നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. Direct material, those material which can be identified in the product and can be conveniently measured and directly charged to the product. Raw materials, semi-finished materials, components which become part and parcel of the product. ഇതെല്ലാം നമുക്ക് മെറ്റീരിയലിൽ ഉൾപ്പെടുത്താം. Cloth in garments, timber in furniture, clay in bricks, leather in shoes. ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്, which is directly attributable to the given product. നമുക്ക് ഈസിലി ട്രേസബിൾ ആണ് അല്ലേ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താ നമ്മൾ പറഞ്ഞത്? മെറ്റീരിയൽ that cannot be conveniently identified with the manufacture of a product or output. It only help in production process. ഡയറക്ട്ലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണോ? ഡയറക്ട്ലി നമുക്ക് ട്രേസബിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണോ? അല്ല. പക്ഷെ എന്നാൽ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, കോസ്റ്റ് ഓഫ് ഓയിൽ, ലൂബ്രിക്കൻസ്, ഇതൊക്കെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഫിനിഷിങ്ങിനും ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആക്കാനും നമ്മൾ സഹായിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ ഒരു മെയിൻ പാർട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. Material of small value are also treated as indirect material like a thread in garments,
നെയിൽസ് ആൻഡ് പോളിഷ് ഇൻ ഫർണിച്ചർ മേക്കിംഗ് എക്സെട്ര. അപ്പം ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതൊരു ഒരു ബിഗ് ക്വാണ്ടിറ്റി വേണമെന്നോ അല്ലെങ്കിൽ ആ തിങ്സ് അത്രത്തോളം വലുതായിരിക്കണമെന്നോ, ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും സൈസ് വൈസ് ആണെങ്കിലും വലുതായാൽ അല്ലെങ്കിൽ അത്രത്തോളം ഒരു സൈസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു മെറ്റീരിയലായിട്ട് കൺസിഡർ ചെയ്യണോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ചെറിയൊരു നെയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പോളിഷിങ് ഗാർമെൻറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും എന്താണ് ഒരു സ്മോൾ ബട്ടൺ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഫിനിഷിങ്ങിന് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അതിൻ്റെ എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയലായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. വേറെ ഒന്നുമല്ല, അതിൻ്റെ സൈസോ ക്വാണ്ടിറ്റിയോ എന്ത് ചെയ്യുന്നില്ല, ഇൻഡയറക്റ്റ് മെറ്റീരിയലിനെ ബാധിക്കുന്നില്ല. അത് ഇൻഡയറക്റ്റ്ലി അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ വിഷയം. ഓക്കെ അല്ലേ? അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ ഒന്നും കൂടി എന്താണ് മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഒന്നും കൂടെ നമ്മളിവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോകാം. എന്തിനാണ് മെറ്റീരിയൽ കൺട്രോൾ? ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്തിനാണ് നമ്മൾ മെറ്റീരിയൽസ് കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ട് എന്താണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാലും ഡീറ്റെയിൽ ആയിട്ടൊരു ഓർഗനൈസേഷൻ്റെ ബേസിൽ നമ്മൾ പഠിക്കുമ്പോൾ വാട്ട് ഇസ് ഒബ്ജക്റ്റീവ്സ് എന്താണ് ബിഹൈൻഡ് മെറ്റീരിയൽ കൺട്രോൾ? ടു മേക്ക് അവൈലബിൾ റൈറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. നമ്മളിപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ എലമെൻ്റ് ആണ്. അപ്പോൾ അത് റൈറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ തന്നെ കിട്ടിയാലേ നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുള്ളൂ, കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടു മേക്ക് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ക്വാളിറ്റി. എന്താണ്? റൈറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കണം, അത് റിക്വയർഡ് ക്വാളിറ്റിയിൽ തന്നെ നമുക്കത് അവൈലബിൾ ആവണം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കും, നമ്മുടെ പ്രോഡക്റ്റിനെ അത് ബാധിക്കും. ടു മേക്ക് അവൈലബിൾ അഷ്യൂർഡ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്. നമുക്ക് മെറ്റീരിയൽസ് സപ്ലയറുമായിട്ടൊരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് വേണം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ നമുക്ക് മെറ്റീരിയൽസ് വേണ്ടത് അതിന് റിക്വയർഡായിട്ടുള്ള ഓർഡേഴ്സ് നമ്മൾ കൊടുക്കുകയും കൃത്യമായി നമ്മളത് പർച്ചേസ് ചെയ്യുകയും വേണം. അപ്പോൾ ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് നമ്മുടെ പ്രൊഡക്ഷനെ വളരെയധികം നല്ല രീതിയിൽ ബാധിക്കും. ഒരു സ്മൂത്ത് ഫങ്ഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് മെറ്റീരിയൽ, സപ്ലൈ ഓഫ് മെറ്റീരിയൽ അവിടെ ഉണ്ടായിരിക്കണം. ടു എൻഷുർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ. യെസ്, വേസ്റ്റേജ് കുറയാൻ പാടില്ല. നമുക്കുള്ള റീസണബിൾ ആയിട്ടുള്ള എന്താണ് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ എഫക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ മെറ്റീരിയൽസ് എന്താണ് യൂസ് ചെയ്യണം. വേസ്റ്റേജ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് യൂസ് ചെയ്യുക. പ്രിവെൻറ്റ് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ്. എന്തിനാണ്? നമുക്ക് എത്രയാണോ നമ്മുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ളത്, എത്രയാണ് നമുക്കൊരു മിനിമം ലെവൽ സ്റ്റോക്ക് ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്, ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ഓവർലോഡായിട്ട് എന്ത് ചെയ്യരുത്, ഓവർ സ്റ്റോക്ക് ചെയ്യാനും പാടില്ല അല്ലേ? നമുക്ക് ഒരു റിക്വയർഡ് ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, എന്നാൽ അത് കുറയാനും പാടില്ല ഇല്ലേ? അണ്ടർ സ്റ്റോക്കിംഗ് ആവാൻ പാടില്ല, ഓവർ സ്റ്റോക്കിങ്ങും ആവാൻ പാടില്ല. രണ്ടും ഒരു ഓർഗനൈസേഷന് ഫേവറബിൾ അല്ല അല്ലേ? ഓവർ സ്റ്റോക്കിംഗ് ആയാൽ നമ്മുടെ അത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ബ്ലോക്കായി കിടക്കുവാണ്. ഇനി അണ്ടർ സ്റ്റോക്കിംഗ് ആണെങ്കിലോ നമ്മുടെ പ്രൊഡക്ഷനെ അത് സാരമായി ബാധിക്കും. സോ ഒരു മെറ്റീരിയൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള അൺനെസസറി കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. നമുക്ക് എത്രയാണോ റിക്വയർഡ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്, നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കാതെ നമുക്കൊരു മിനിമം സ്റ്റോക്ക് ലെവൽ എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് അത് ഒരു ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അത് ഓവർ സ്റ്റോക്കിങ്ങിലോ അണ്ടർ സ്റ്റോക്കിങ്ങിലോ എത്തിക്കാതെ അത് മാനേജ് ചെയ്ത് പോവുക എന്ന് പറയുന്നതെല്ലാം എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? മെറ്റീരിയൽ കൺട്രോളിൻ്റെ കീഴിൽ വരുന്നത് തന്നെയാണ്. ദെൻ ടു മേക്ക് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ അറ്റ് റീസണബിൾ ലോ കോസ്റ്റ്. ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യും ഇല്ലേ? നമുക്ക് ഇത്രയും റിക്വയർഡ് മെറ്റീരിയൽ നമുക്ക് വേണം. ആർക്കാണ് അത് ഏറ്റവും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ റീസണബിൾ ക്വാളിറ്റിയിൽ തന്നെ ലോ കോസ്റ്റിന് ആർക്കാണ് സപ്ലൈ ചെയ്യാൻ പറ്റുക? നമ്മൾ പല ടെൻഡേഴ്സും എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അതിൽ നമുക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ളതും ലോവസ്റ്റ് ആയിട്ടുള്ളതുമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും എന്തായിരിക്കും, നമ്മൾ ലോ കോസ്റ്റിലായിരിക്കും. ടു മെയിൻറ്റെയിൻ അപ്രോപ്രിയേറ്റ് സ്റ്റോക്ക് റെക്കോർഡ്സ്. സ്റ്റോക്ക് റെക്കോർഡ്സുകൾ ഉണ്ടാക്കണം അല്ലേ? നമ്മൾ കൃത്യമായിട്ട് എത്രയാണ് നമുക്കിപ്പോൾ മെറ്റീരിയൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തേക്കുവാണ്. സോ എത്രയാണ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പല യൂണിറ്റുകളിലേക്കും എത്ര ക്വാണ്ടിറ്റീസാണ് സപ്ലൈ ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പോൾ അതെല്ലാം കൃത്യമായിട്ടൊരു കണക്കുകൾ നമ്മൾ സൂക്ഷിക്കണം അല്ലേ? അപ്പോൾ എന്നാൽ മാത്രമേ നമുക്കവിടെ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? ആഡിക്വേറ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പല പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരു ഓർഗനൈസേഷനിൽ കാണും അല്ലേ? ഒന്നും കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ
മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുവാണ്. സോ അവിടെ അത്രയും റിക്വയർഡ് മെറ്റീരിയൽ ആ യൂണിറ്റിലേക്ക് വേണമോ അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് സ്റ്റോക്ക് റിക്കോർഡ്സ്, സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഇൻവെൻട്രീസിൻ്റെ വാല്യൂവും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും എല്ലാം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ മാത്രമേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അത് നമുക്ക് ആ ഒരു റീസണബിൾ ലിമിറ്റിനുള്ളിൽ നിർത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. To prevent losses during the storage of materials, നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റോറേജ് ഫെസിലിറ്റി പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ലോസുകൾ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എന്താണ് ഒബ്ജക്റ്റീവ്സിൽ, മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് നോക്കാനുള്ളത്, പർച്ചേസ് കൺട്രോൾ. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ പറഞ്ഞു, മെറ്റീരിയലിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, നമ്മൾ പറഞ്ഞു അതിൻ്റെ ഏറ്റവും എന്താണ് മെറ്റീരിയൽ കൺട്രോൾ തുടങ്ങുന്നത് എവിടെ വെച്ചാണ്, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സ്റ്റേജസ് മുതലാണ്. അപ്പോൾ പർച്ചേസ് കൺട്രോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പർച്ചേസ് കൺട്രോൾ ഈസ് എൻ എലമെന്റ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. ഫങ്ഷണൽ റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിങ് ഈസ് ദാറ്റ് ഓഫ് ദ പർച്ചേസ് മാനേജർ. അപ്പോൾ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ തുടക്കം ഏത് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്? യെസ്, പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. അവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പർച്ചേസിങ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിങ് ആയിരിക്കും. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഹെഡ് എന്ന് പറയുന്ന ഒരു പർച്ചേസിങ് മാനേജർ ഉണ്ടായിരിക്കും. അപ്പം എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലെ പർച്ചേസിങ് സെക്ഷൻ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു ഫംഗ്ഷൻ നടത്തിക്കൊണ്ടു പോകുന്നത്? ശരിക്കും ഇതൊരു പ്രോസസ്സാണ്. ഒരു ഓർഗനൈസേഷനിൽ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കൊരു വീട്ടിലൊരു സാധനം തീർന്നാൽ, കംപ്ലീറ്റ് ആയി, നമ്മുടെ സ്റ്റോക്ക് തീർന്നു, നമ്മൾ ക്യാഷ് കൊണ്ടു കൊടുത്തു, ഉടനെ പോയി ഒരു സ്റ്റോറിൽ പോയി വാങ്ങുന്ന പോലെ ഈസി ആണോ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു മെറ്റീരിയൽ ഷോർട്ടേജ് ആകുമ്പോൾ വാങ്ങുന്നത്? അല്ല. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പല ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെ ഉണ്ടായിരിക്കും ഇല്ലേ? പല ഡിപ്പാർട്ട്മെൻറ്റിനും പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആവശ്യമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണോ അവിടെ മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളത് അത് എന്ത് ചെയ്യും, കൃത്യമായിട്ട് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും, ഇന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഞങ്ങൾക്ക് വേണം. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, അതിൻ്റെ അവൈലബിലിറ്റി നോക്കും. ഇനി ഇത്രയും അവൈലബിലിറ്റി ഇവിടെ ഉണ്ടോ, ഇല്ല, ഈ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ഉടനെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പർച്ചേസ് മാനേജറിന് ബോധ്യപ്പെടണം അല്ലേ? അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് ആര് സാങ്ഷൻ ചെയ്യണം? പർച്ചേസിങ് മാനേജർ നോക്കണം. ഇത്തരത്തിലുള്ള ഒരു മെറ്റീരിയലിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പർച്ചേസ് മാനേജർ എന്ത് ചെയ്യുള്ളൂ, പർച്ചേസ് ഓർഡർ ഇനിഷ്യേറ്റ് ചെയ്യുകയുള്ളൂ. എങ്ങനെയാണ് ആ ഒരു പർച്ചേസിങ് പ്രൊസീജിയർ? ഞാൻ വളരെ ചുരുക്കത്തിൽ പോയിന്റ് ബേസ് ചെയ്തേ കൊടുത്തിട്ടുള്ളൂ, ഒന്ന് നോക്കാം. സോ പർച്ചേസ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഇനിഷ്യേറ്റ് പർച്ചേസ് റിക്വസിഷൻ. പർച്ചേസ് റിക്വസിഷൻ എന്ത് ചെയ്യുവാണ്, കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് റിക്വസിഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഓതൻറ്റിസിറ്റി പർച്ചേസ് മാനേജർ അവിടെ ചെക്ക് ചെയ്യുന്നു. ദെൻ പർച്ചേസ് മാനേജർ മനസ്സിലാക്കുന്നു ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഓർഡർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ട്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോളിംഗ് ഫോർ ടെൻഡേഴ്സ് ആൻഡ് സെലക്ടിങ് സപ്ലൈസ്. അപ്പോൾ ഇത്രയും എമൗണ്ട് ഓഫ് മെറ്റീരിയൽ വേണം, സപ്ലൈസിന് ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യും അല്ലേ? അവരെന്ത് ചെയ്യും, പല കൊട്ടേഷൻസ് കൊടുക്കും. എന്താണ് ഇത്രയും എമൗണ്ടിന് ഇത്ര ക്വാണ്ടിറ്റിയിൽ ഇത്ര ക്വാളിറ്റിയിൽ ഇത്ര എമൗണ്ടിന് സപ്ലൈ ചെയ്യാമെന്ന് പറയും. ഏതാണോ ഓർഗനൈസേഷന് വളരെ ഫീസിബിളായിട്ട് തോന്നുന്നത് ഇൻ റെസ്പെക്ട് ഓഫ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അറൈവൽ ടൈമും എല്ലാം നോക്കിയിട്ട് ഏതാണോ ഫീസിബിളായിട്ട് തോന്നുന്നത് ആ സപ്ലയറിന് എന്ത് ചെയ്യും, ഓർഡർ കൊടുക്കും. ദെൻ പർച്ചേസ് ഓർഡർ എന്ത് ചെയ്യുവാണ്, ഇനിഷ്യേറ്റ് ചെയ്യും. ഈ പർച്ചേസ് ഓർഡർ ഇനിഷ്യേറ്റ് ചെയ്യുമ്പം തന്നെ ഇതിൻ്റെ ഒരു കോപ്പി പർച്ചേസ് മാനേജറിനും അതുപോലെ തന്നെ സ്റ്റോറിലും അതുപോലെ അക്കൗണ്ടിങ് സെക്ഷനിലോട്ടൊക്കെ പാസ് ചെയ്യും. കാരണം ഈ ഓർഡറിനനുസരിച്ചാണോ അത് സ്റ്റോറിൽ എത്തുന്നത്, അതുപോലെ തന്നെ നമുക്കൊരു പേയ്മെൻറ്റ് ഭാഗമായിട്ട് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കേണ്ട റെസ്പോൺസിബിലിറ്റി പർച്ചേസിങ് സെക്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ഓർഡർ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. പർച്ചേസ് ഓർഡർ പ്രകാരം ടൈമിന് എന്ത് ചെയ്യുന്നു ഗുഡ്സ് ഫാക്ടറിയിലോട്ട് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ എന്താണ് ആ പ്രിൻസിസിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ പർച്ചേസിങ് ഓർഡറിൻ്റെ ഒരു കോപ്പി നമുക്ക് ഓൾറെഡി സ്റ്റോർ കീപ്പറിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സ്റ്റോർ കീപ്പർ ചെക്ക് ചെയ്യും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള റിക്വയർഡ് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ആണോ സാധനം എത്തിയിട്ടുള്ളതെന്ന് സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും അല്ലേ? സ്റ്റോർ കീപ്പർ ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണ് എങ്കിൽ, നമുക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം എന്താണ് മാച്ചാണ്, നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് വന്നതെങ്കിൽ
അത് ആ ഇൻറ്റിമേഷൻ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും പ്രോപ്പർ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് സപ്ലയറിന് കൊടുക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഒരു പർച്ചേസിങ് പ്രൊസീജിയർ എന്ത് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിൽ നടന്നു പോരുന്നത്. അപ്പം അത് അതിൻ്റേതായിട്ട് രീതിയുണ്ട്. ഒരു റിക്വസിഷൻ കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് കോളിംഗ് ഫോർ ടെൻഡേഴ്സ്, ദെൻ നമ്മൾ സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുന്നു, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു, ദെൻ അത് റിസീവ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യുന്നു, അത് നമ്മുടെ പർച്ചേസിങ് ഓർഡറുമായിട്ട് മാച്ച് ആയോ എന്ന് നോക്കുന്നു, പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ റോ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നു. ദെൻ അത് ഇതിൻ്റെ ഇൻറ്റിമേഷൻ അക്കൗണ്ടിങ് സെക്ഷനിൽ എന്ത് ചെയ്യുക, പാസ് ചെയ്യുകയും അവിടെ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു പർച്ചേസിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പർച്ചേസ് ഓർഡർ അത് റിക്വയർഡ് ക്വാണ്ടിറ്റി ഉണ്ടോ, അത് ആവശ്യമാണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നീഡ് അനുസരിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുക, ഫ്രീക്വൻ്റ് ആയിട്ട് ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒക്കെ കൂടും. ഓവർ സ്റ്റോക്കിങ്ങിന് ചിലപ്പോൾ ചാൻസസ് വരും. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് ഈ ഒരു പർച്ചേസ് കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഈ ഒരു പർച്ചേസിങ് സിസ്റ്റം 2 രീതിയിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഒന്നെന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്, സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും. രണ്ടാമത്തെന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങുമാണ്. അപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് വെച്ചാൽ, ഇപ്പം ഓർഗനൈസേഷനകത്ത് പല യൂണിറ്റുകളും പല ഡിപ്പാർട്ട്മെൻറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും കൂടി ഒരൊറ്റ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. Okay, it means that all purchases are made by the specialized department organized for the specific purpose of purchasing. അപ്പോൾ നമുക്ക് അവിടെ ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റ്, അത് ആ ഓർഗനൈസേഷനിലെ ഏത് യൂണിറ്റിന് എന്താണ് പർച്ചേസിങ് റിക്വസിഷൻ എന്തിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്, ഈ ഒരു സെൻട്രലൈസ്ഡ് പർച്ചേസിങ് സിസ്റ്റം വഴിയായിരിക്കും. Only one purchasing department headed by the only one purchase manager. All materials purchased are kept at one central store. അപ്പോൾ ഇതെല്ലാം വാങ്ങുന്നു, ഇതെല്ലാം കൂടെ ഒരൊറ്റ സ്റ്റോറിൽ എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനും ഏത് യൂണിറ്റിനും പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽ റിക്വസിഷനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും ഈ ഒരു പർച്ചേസിങ് ഹെഡിനോട് അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനോടായിരിക്കും കോണ്ടാക്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എത്ര ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിലും എല്ലാവർക്കും കൂടി ഒരൊറ്റ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇപ്പോൾ വലിയൊരു വളരെ ബിഗ് കൺസേൺ ആണ്. അപ്പോൾ പല പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരു ഡിസ്റ്റൻറ്റ് ബേസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉണ്ടാവും. ടൈമിലി നമുക്ക് മെറ്റീരിയൽസ് ആ ഒരു പർച്ചേസിങ് അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോറിൽ നിന്ന് പ്രൊഡക്ഷൻ ഏരിയയിലോട്ട് കൊണ്ടുവരാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കൂടെ ഒരൊറ്റ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്കും ഒരൊറ്റ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കാനും കൃത്യമായി നമുക്ക് മെറ്റീരിയൽസ് തിരിച്ച് സ്റ്റോക്ക് ചെയ്യാനും എന്നുണ്ടാവും, ഡിലേ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ എല്ലാത്തിനും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്, അത്തരത്തിലുള്ളൊരു ഡിലേ വരാം. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് കുറവാണ് അല്ലേ. ഡിപ്പാർട്ട്മെൻറ്റ്സുകൾക്കെല്ലാം ഒരൊറ്റ പർച്ചേസിങ് ഹെഡാണുള്ളത്. അപ്പോൾ കോസ്റ്റ് അത് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് മാനേജ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും വ്യക്തികൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ആണെങ്കിൽ കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും എളുപ്പത്തിൽ നമുക്ക് അസസ് ചെയ്യാനും ഈസി ആയിരിക്കും സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട്. ഇനി അടുത്തത് ഏതെന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്. ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിന് ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്തുകൊണ്ടാണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് വരുന്നത്. ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിനും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അവരുടേതായിട്ടുള്ളൊരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ എന്താണ്, അവർക്ക് അത്രത്തോളം ഡിലേ വരില്ല. അവർക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഓർഡേഴ്സ് റിക്വസിഷൻ കൊടുക്കാനും മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യാനും എന്ത് ചെയ്യാം സാധിക്കും അല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, അത്രത്തോളം കോസ്റ്റാണ്. ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സെപ്പറേറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. So decentralized purchasing means separated stores are situated in various departments.
സെപ്പറേറ്റഡ് സ്റ്റോറുകൾ, പർച്ചേസിങ് സ്റ്റോറുകൾ ഉണ്ടായിരിക്കും. ദ ഡിപ്പാർട്ട്മെന്റ് റിക്കറിംഗ് സ്റ്റോർസ് ക്യാൻ ബി ഡ്രോ ദം ഫ്രം ദെയർ റെസ്പെക്റ്റീവ് സ്റ്റോർസ്. പർച്ചേസ് ആർ മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസ് എന്നാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് അവരുടെ എന്തൊക്കെ ഓർഡേഴ്സ് അത് അവരുടെ കണക്ട് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓർഡർ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും. ഈ ഒരു നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ അതേ ഒരു രീതി തന്നെയാണ് സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സും പറയുന്നത്. നമുക്ക് ആ ഒരു പർച്ചേസിങ് ഏരിയ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ ഈ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യുന്നത് എല്ലാം ഒരു പ്ലേസിൽ തന്നെയായിരിക്കും. അത് അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. സോ മെറ്റീരിയൽ ആർ റിസീവ്ഡ് ബൈ ആൻഡ് ഇഷ്യൂഡ് ഫ്രം വൺ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്. ഓൾ ഐറ്റംസ് ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഫോർ ദ എൻറ്റയർ കൺസേൺ ഈസ് സ്റ്റോർഡ് ഇൻ ദ സിംഗിൾ സ്റ്റോർ. ആ ഓർഗനൈസേഷൻ ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും സ്റ്റോർ ചെയ്യുന്നത് ഒരൊറ്റ പ്ലേസിലായിരിക്കും അല്ലേ. അത് ഇഷ്യൂ ചെയ്യുന്നതും റിസീവ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇവിടെ ഒരൊറ്റ സ്റ്റോർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കത് എന്തെന്ന് വിളിക്കാം, സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് വിളിക്കാം. സോ ആൻഡ് ഇഷ്യൂ ടു ഓൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് മെയ്ഡ് ഫ്രം ദ സ്റ്റോർ. അപ്പം നമ്മൾ റിസീവ് ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവരുടെ റിക്വസിഷൻ അനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാനൊക്കെ ഇവിടെ നമുക്ക് ഒരൊറ്റ സ്റ്റോർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതാണ് സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് മറ്റൊന്ന് പഠിക്കാം, ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ പറയാം. ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് പോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതാത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവർക്ക് എന്താണ് സെപ്പറേറ്റ് ഒരു സ്റ്റോർ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. സോ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റോർ അല്ലേ, അവർക്ക് സ്വന്തമായിട്ട് സ്റ്റോർ ഉണ്ടായിരിക്കും. സോ മെറ്റീരിയൽ റിക്വയർഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് പർച്ചേസ്ഡ് ബൈ ദ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് റിക്വയർമെന്റ്സ്. ഈച്ച് സ്റ്റോർ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വിൽ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്റ്റോർ കീപ്പർ. എല്ലാ സ്റ്റോർ കീപ്പർ ഉറപ്പായിട്ട് ഒരു സ്റ്റോർ മാനേജ് ചെയ്യണമെങ്കിൽ അവിടെ ആരുണ്ടായിരിക്കും, ഒരു സ്റ്റോർ കീപ്പർ ഉണ്ടായിരിക്കും. ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ഈസ് റിക്വയർഡ് ഫോർ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്. ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സിന് ഹ്യൂജ് എക്സ്പെൻഡിച്ചർ വേണം. സെൻട്രലൈസ്ഡ് പർച്ചേസിങ് വിങ് പോലെ അല്ല, അതിനേക്കാളും എക്സ്പെൻഡിച്ചർ ആണ് ഒരു ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിനേക്കാളും എക്സ്പെൻസ് ആണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം മെറ്റീരിയൽ നമ്മൾ ഓരോ വിങ്ങിനും സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഇതിന് ഉണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ ഡിലേ ആവില്ല. നമുക്ക് മെറ്റീരിയൽസ് അത് പ്രൊഡക്ഷൻ ഏരിയയിലോട്ട് എത്തിക്കാനുള്ള ഹിൻഡ്രൻസ് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ സാധിക്കും. സോ ദിസ് ഈസ് അബൌട്ട് സെൻട്രലൈസ്ഡ് സ്റ്റോറും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൺട്രോളിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സ്റ്റോക്ക് ലെവൽസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ കൺട്രോൾ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ആണ്. ഓവർ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല, അണ്ടർ സ്റ്റോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ. നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് ഇഷ്ടംപോലെ കാശുണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത്. നമ്മൾ അവിടെ എന്തായാലും മെറ്റീരിയൽ ഓവർ സ്റ്റോക്ക് ചെയ്താൽ അവിടെ ബ്ലോക്കായി പോകും അല്ലേ. അപ്പോൾ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് തന്നെ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ലെവൽ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് 5 ലെവൽസ് ആണ് സ്റ്റോക്ക് ലെവൽ ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കാനുള്ളത്. നോക്കാം. ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ലീഡ് ടു അൺനെസസറി ബ്ലോക്കിംഗ് അപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അണ്ടർ സ്റ്റോക്കിംഗ് മേ ഇന്ററപ്റ്റ് പ്രൊഡക്ഷൻ. The object of fixing stock level for each item of material is to maintain required quantity of materials in the store and thereby the expenses may be reduced. അങ്ങനെ എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കുമോ? സാധിക്കും. അപ്പം ഏതൊക്കെയാണ് ആ ഒരു 5 ഡിഫറെൻറ്റ് ലെവൽ ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ് എന്ന് പറയുന്നത്? ആദ്യം നമുക്ക് നോക്കാം മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, റീഓർഡർ ലെവൽ, ദെൻ ആവറേജ് സ്റ്റോക്ക് ലെവൽ, ലാസ്റ്റ് വണ് ഡേഞ്ചർ ലെവൽ. അങ്ങനെ 5 സ്റ്റോക്ക് ലെവൽസ് ആണ് ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഫോർമുല പഠിക്കുക. അതുപോലെ ഒരു ഷോർട്ട് പ്രോബ്ലമായിട്ടൊക്കെ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ചെയ്യാനും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ.
സോ 5 എണ്ണം ഒന്നും കൂടെ നോക്കാം. ഏതൊക്കെയാണ്? മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, റീഓർഡർ ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ ആൻഡ് ലാസ്റ്റ് വൺ ഡേഞ്ചർ ലെവൽ. അപ്പോൾ ഫസ്റ്റ് വൺ മിനിമം സ്റ്റോക്ക് ലെവൽ. ആദ്യത്തെ ഏതാണ്? മിനിമം സ്റ്റോക്ക് ലെവൽ. മിനിമം സ്റ്റോക്ക് ലെവൽ നോക്കാം. ഇറ്റ് റെപ്രസെന്റ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ആൻ ഐറ്റം ഓഫ് മെറ്റീരിയൽ ടു ബി കെപ്റ്റ് ഇൻ ദ സ്റ്റോർ അറ്റ് എനി ടൈം. അതായത് നമുക്കറിയാം മെറ്റീരിയൽ പ്രോപ്പർ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ വളരെ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ, അല്ലേ? ഉറപ്പാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. സോ ഒരു പർട്ടിക്കുലർ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മിനിമം ലെവൽ സ്റ്റോക്ക്, പ്രൊഡക്ഷനെ ബാധിക്കാത്ത രീതിയിൽ ഒരു മിനിമം ലെവൽ സ്റ്റോക്ക് നമ്മൾ എപ്പോഴും ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഒരിക്കലും ആ ലെവലിന് താഴെ സ്റ്റോക്ക് ലെവൽ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. ഒരു സേഫസ്റ്റ് ലെവലാണ് ഒരു മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ മിനിമം ക്വാണ്ടിറ്റി ഓഫ് എൻ ഐറ്റം മെറ്റീരിയൽ ടു ബി കെപ്റ്റ് ഇൻ ദ സ്റ്റോർ അറ്റ് എനി ടൈം. മെറ്റീരിയൽ ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഫോൾ ബിലോ ദിസ് ലെവൽ. ഈ ലെവലിൽ നിന്ന് താഴെ പോയാൽ എന്താണ്? നമ്മുടെ പ്രൊഡക്ഷൻ അത് ബാധിക്കും. If the stock goes below this level, the production may be held up for want of material. മെറ്റീരിയലിന്റെ ലഭ്യത കുറവ് മൂലം പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരെ വരാം. This stock is also known as safety stock level. Yes, രണ്ട് പേരുണ്ട് കേട്ടോ. എന്താണ്? ബഫർ സ്റ്റോക്ക് എന്ന് നമുക്ക് വിളിക്കാം, സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എന്ന് വിളിക്കാം. സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് താഴെ വന്നാൽ എന്താണ്? നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കും. ആ ഒരു സേഫ് സോണിലാണ് ഒരു മിനിമം സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പേരിട്ട് വിളിക്കാം. ഒന്ന് സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എന്നോ, അല്ലെങ്കിൽ നമുക്ക് ബഫർ സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നതും എന്തിനെയാണ്? മിനിമം സ്റ്റോക്ക് ലെവലിനെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫോർമുല ഒന്ന് നോക്കിയാലോ? എങ്ങനെയാണ് നമുക്ക് ആ മിനിമം സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സോ മിനിമം സ്റ്റോക്ക് ലെവൽ ഇസ് ഫൈൻഡ് ഔട്ട് ബൈ റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ഓക്കെ, നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആവറേജ് കൺസപ്ഷനെയാണ് ഇവിടെ നോർമൽ കൺസപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആവറേജും നോർമലും ഒക്കെ ഒന്നാണ് കേട്ടോ. സോ മിനിമം സ്റ്റോക്ക് ലെവൽ എങ്ങനെയാണ് ഇക്വേഷൻ? മിനിമം റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റീഓർഡർ ലെവല്, നോർമൽ കൺസപ്ഷൻ, നോർമൽ റീഓർഡർ പീരീഡ്, ഇങ്ങനെ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മിനിമം സ്റ്റോക്ക് ലെവല് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോളുക. റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. നമുക്ക് എല്ലാ ടൈപ്സും പറഞ്ഞിട്ട് നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ലെവൽ എന്താ? നെക്സ്റ്റ് ടൈപ്പ് എന്താ പഠിച്ചത്? മിനിമം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് മാക്സിമം സ്റ്റോക്ക് ലെവലാണ്, അല്ലേ? രണ്ടാമത്തത് മാക്സിമം സ്റ്റോക്ക് ലെവൽ. ശ്രദ്ധിക്കുക, ഇറ്റ് റെപ്രസെന്റ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ആൻ ഐറ്റം ഓഫ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ സ്റ്റോക്ക് അറ്റ് എനി ടൈം. സോ മാക്സിമം ക്വാണ്ടിറ്റി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്നും കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? പർച്ചേസ് ചെയ്യരുത്. നമുക്ക് പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റിയാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ആൻ ഐറ്റം മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ സ്റ്റോക്ക് അറ്റ് എനി ടൈം. Stock should be not exceed this level. If the quantity of material go beyond this level, it may lead to overstocking. ഇവിടെ എന്താണ് മിനിമം സ്റ്റോക്ക് ലെവൽ പറയുന്നത്? നിങ്ങൾക്ക് ഈ ഒരു ലിമിറ്റേ ഉള്ളൂ. ഈ ലിമിറ്റിനും മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് മെറ്റീരിയൽ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഫേവറബിൾ അല്ല. അത് എന്തായിട്ട് മാറും? ഓവർ സ്റ്റോക്കിംഗ് ആയിട്ട് മാറും. ഈ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് എന്താണ്? അതിൽ മേൽ എന്ത് ചെയ്യാൻ പാടില്ല? സ്റ്റോക്ക് സൂക്ഷിക്കാൻ പാടില്ല. ഓക്കെ, എന്ത് സംഭവിക്കും? ഇറ്റ് മേ ലീഡ് ടു ഓവർ സ്റ്റോക്കിംഗ്. ഓവർ സ്റ്റോക്കിംഗ് പ്രശ്നം എന്താണ്? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ലെവലെ ബ്ലോക്ക് ആവുന്നുണ്ട്, അല്ലേ? സോ നോക്കാം, മാക്സിമം സ്റ്റോക്ക് ലെവൽ നമുക്ക് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? ദ ഇക്വേഷൻ എന്ന് പറയുന്നത് റീഓർഡർ ലെവൽ പ്ലസ്, ഓക്കെ, റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ലെവലിൻ്റെ കൂടെ നമ്മൾ റീഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇതിൽ ഒന്നീ ഡയറക്റ്റ് ആയിട്ട് ഈ ഐറ്റങ്ങൾ തന്നിരിക്കും, അല്ലെങ്കിൽ നമുക്കായിട്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസപ്ഷൻ
ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മിനിമം സ്റ്റോക്ക് ലെവൽ പറഞ്ഞപ്പോൾ അവിടെ നമ്മളകത്ത് ബ്രാക്കറ്റിൽ നോർമൽ കൺസപ്ഷനും നോർമൽ റീഓർഡർ പീരീഡുമാണ് പറഞ്ഞത്. സോ ഈ ബ്രാക്കറ്റ് വരുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. എന്നാൽ മാക്സിമം സ്റ്റോക്ക് ലെവലിൽ എങ്ങനെയാണ്? റീഓർഡർ ലെവലിൻ്റെ കൂടെ റീഓർഡർ ക്വാണ്ടിറ്റി കൂട്ടുക, ദെൻ മൈനസ് എന്താണ് മിനിമം കൺസപ്ഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. അപ്പോൾ എപ്പോഴും ഓർത്തോണം, മാക്സിമം സ്റ്റോക്ക് ലെവലിൻ്റെ ഇക്വേഷനിൽ ബ്രാക്കറ്റിനകത്ത് വരുന്ന ഏതാണ്? മിനിമം കൺസപ്ഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് ആണ്. ഇക്വേഷൻ കംപ്ലീറ്റ്ലി നമുക്ക് എങ്ങനെ പറയാം? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസപ്ഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. മൂന്നാമത്തത് റീഓർഡർ സ്റ്റോക്ക് ലെവലാണ്. അപ്പോൾ നമ്മൾ ഈ റീഓർഡർ സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് മിനിമം ആണെങ്കിലും മാക്സിമം സ്റ്റോക്ക് ലെവലും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്താണ്? റീഓർഡർ സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ദിസ് ലെവൽ ലൈസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ലെവൽസ്. മാക്സിമം ലെവലത്തിൻ്റെയും മിനിമം ലെവലിൻ്റെയും ഇടയിൽ വരുന്നതാണ് റീഓർഡർ ലെവൽ. So it is a point at which the storekeeper should initiate a purchase requisition for fresh supply. ഏതാണ് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്? നമുക്ക് ഒരു മിനിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽസിൻ്റെ ഷോർട്ടേജ് വരാം. സോ ഈ ഒരു ടൈമിൽ എപ്പോഴാണ് നമുക്കൊരു പർച്ചേസ് റിക്വസിഷൻ കൊടുക്കേണ്ട ഒരു ടൈം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കത് ഏതാണ്? റീഓർഡർ സ്റ്റോക്ക് ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് റിക്വസിഷൻ എന്ത് ചെയ്യുന്നത്? ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു മെറ്റീരിയൽ തിരിച്ച് സ്റ്റോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഓർഡർ ചെയ്ത് വരാനൊരു ടൈം എടുക്കുമല്ലോ. സോ ആ ഒരു ടൈം ഗ്യാപ്പ് കണ്ടുകൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു സ്റ്റോക്ക് ലെവലിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് മെറ്റീരിയൽസ് റീഓർഡർ ചെയ്യാനുള്ളൊരു പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത് ഈ റീഓർഡർ സ്റ്റോക്ക് ലെവലിലൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. When an item of material reaches a particular level, the storekeeper should proceed the purchase of that item of material. കാരണം വാങ്ങിച്ച ഉടനെ നമുക്ക് ഇങ്ങ് കിട്ടത്തില്ലല്ലോ, ഇറ്റ് വിൽ ടേക്ക് എ ടൈം അല്ലേ? അവിടെ നമുക്ക് പർച്ചേസ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ഒരു ടൈം ഉണ്ടല്ലോ. സോ ആ ഒരു ടൈം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു പർച്ചേസ് റിക്വസിഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഹൗ ടു ഫൈൻഡ് ഔട്ട് റീഓർഡർ സ്റ്റോക്ക് ലെവൽ? എങ്ങനെയാണ് റീഓർഡർ ലെവൽ കണ്ടുപിടിക്കുന്നത്? മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് ഇക്വേഷൻ നമുക്ക് ചെയ്യാം. ഒന്ന് മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്, അല്ലെങ്കിൽ മിനിമം ലെവൽ പ്ലസ് കൺസപ്ഷൻ ഡ്യൂറിങ് റീഓർഡർ പീരീഡ്. രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്, അല്ലെങ്കിൽ മിനിമം ലെവൽ പ്ലസ് കൺസപ്ഷൻ ഡ്യൂറിങ് റീഓർഡർ പീരീഡ്. ഈ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് റീഓർഡർ ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. റീഓർഡർ ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്താലേ നമുക്ക് മിനിമം സ്റ്റോക്ക് ലെവലും അതുപോലെ തന്നെ മാക്സിമം സ്റ്റോക്ക് ലെവലും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അടുത്തതിലോട്ട് പോകാം. നാലാമത്തേത് ആവറേജ് സ്റ്റോക്ക് ലെവലാണ്. ആവറേജ് സ്റ്റോക്ക് ലെവൽ. സോ ഹിയർ ദ സ്റ്റോക്ക് ലെവൽ ഷോസ് ദ ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. ഒരു ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഷുഡ് കെപ്റ്റ് ഇൻ ദ സ്റ്റോർ. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ ബേസ് ചെയ്ത് ചെയ്യുന്നത്. ദിസ് ഈസ് റിഗാർഡ് ആസ് ആവറേജ് മാക്സിമം ആൻഡ് മിനിമം സ്റ്റോക്ക് ലെവൽ. എങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കുന്നത്? വളരെ എളുപ്പമാണ്. നമ്മൾ മിനിമം സ്റ്റോക്ക് ലെവലും മാക്സിമം സ്റ്റോക്ക് ലെവലും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ ആവറേജ് സ്റ്റോക്ക് ലെവലിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ചെയ്യുക? മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡഡ് ബൈ 2. നമ്മൾ തൊട്ട് മുമ്പേ ഒന്നാമത്തതും രണ്ടാമത്തതും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ആവറേജ് സ്റ്റോക്ക് ലെവലിന് ഒരു എക്സ്ട്രാ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. രണ്ടും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് ആവറേജ് ആണ് വേണ്ടത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒന്നും കൂടെ ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡഡ് ബൈ 2. അഞ്ചാമത്തേത് അറ്റ് ലാസ്റ്റ് ഡേഞ്ചർ ലെവലാണ്. അറ്റ് ലാസ്റ്റ് ഏതാണ്? ഡേഞ്ചർ ലെവൽ. എന്താണ് ഡേഞ്ചർ ലെവൽ? ദിസ് ഈസ് ബിലോ ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞു ഒരു മിനിമം സ്റ്റോക്ക് ലെവൽ നമ്മൾ ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അതിനേക്കാളും ഈ പറയുന്ന മിനിമം സ്റ്റോക്ക് ലെവലിനേക്കാളും താഴേക്ക് പോവുകയാണെങ്കിൽ അത് എന്തിലോട്ടാണ്? ഡേഞ്ചർ ലെവലിലോട്ടാണ് പോകുന്നത്. ഇറ്റ് വിൽ അഫക്ട് ദ പ്രൊഡക്ഷൻ പ്രോസസ്. സോ ഇറ്റ് ഈസ് ദ ലെവൽ അറ്റ് വിച്ച് ദ നോർമൽ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ആർ സ്റ്റോപ്ഡ് ബട്ട് ഇഷ്യൂഡ് അണ്ടർ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്. കാരണം നമുക്ക് പ്രൊഡക്ഷൻ എപ്പോൾ വേണോ സ്റ്റോപ്പ് ആവാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൊഡക്ഷൻ അവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. When the material reaches below the minimum level,
danger point, the storekeeper must make special arrangement to get fresh issues. ഒരു നോർമൽ പർച്ചേസ് പ്രൊസീജിയറിലൂടെ പോകാനോ ടെൻഡേഴ്സുകൾ ഇൻവൈറ്റ് ചെയ്ത് കിട്ടുവാനോ ഒന്നും ടൈം എടുക്കില്ല. ചിലപ്പോൾ നമ്മൾ വളരെ ഹൈ കോസ്റ്റിന് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അത് ഓൾറെഡി നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് ഓർഡറിനേക്കാളും വളരെ റേറ്റ് കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ മെറ്റീരിയൽ വാങ്ങുക എന്ന് പറയുന്നത്. So storekeeper must make special arrangements to get fresh issues so that production may not interrupted due to non availability of materials. ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഡേഞ്ചർ ലെവൽ തന്നെയാണ്. നമ്മുടെ മിനിമം സ്റ്റോക്ക് ലെവലിനേക്കാളും സ്റ്റോക്ക് ലെവൽ താഴുകയാണ്. എപ്പോൾ വേണോ പ്രൊഡക്ഷൻ നിൽക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ സ്റ്റോർ കീപ്പർ വളരെ പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്യാനുള്ള സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സുകൾ ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആക്കാത്ത രീതിയിൽ അവർ എന്ത് ചെയ്യും, മാക്സിമം കൊണ്ടുപോകാൻ ശ്രമിക്കും. സോ അതാണ് ഡേഞ്ചർ ലെവൽ. സോ എങ്ങനെയാണ് ഡേഞ്ചർ ലെവൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ദ ആവറേജ് കൺസപ്ഷൻ, ഡേഞ്ചർ ലെവൽ ഈസ് ഈക്വൽ ടു ആവറേജ് കൺസപ്ഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം. എങ്ങനെയാണ്? ഡേഞ്ചർ ലെവൽ ഈസ് ഈക്വൽ ടു ആവറേജ് കൺസപ്ഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ 5 എണ്ണം പഠിച്ചു, സ്റ്റോക്ക് ലെവൽസ് 5 എണ്ണം. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ മാത്രമായിട്ട് ഒന്നും കൂടെ ഒന്ന് നോക്കി പോകാം. കാരണം നമുക്ക് അടുത്തതിൻ്റെ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് മിനിമം സ്റ്റോക്ക് ലെവൽ? ഒന്ന് ശ്രദ്ധിച്ച് ഓർത്ത് നോക്കിക്കേ. റീഓർഡർ ലെവൽ മിനിമത്തിനകത്ത് ആരാ വരുന്ന ബ്രാക്കറ്റിനുള്ളിൽ? നോർമൽ അല്ലെങ്കിൽ ആവറേജ് കൺസപ്ഷൻ ആണ്. അപ്പോൾ മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ഇനി മാക്സിമം കൺസപ്ഷൻ്റെ അകത്ത് വരുന്നത് മിനിമം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ എന്തൊക്കെ നമുക്കിവിടെ ആഡ് ഓൺ ആയിട്ട് വരും? ഒരു റീഓർഡർ ക്വാണ്ടിറ്റിയും കൂടെ വരും അല്ലേ, തൊട്ട് മുമ്പത്തതിനേക്കാളും. സോ റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് എന്താണ് ബ്രാക്കറ്റിൽ വരുന്നത്? ആരാണ്? മിനിമം കൺസപ്ഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളതൊന്ന് ഓർത്തിരിക്കുക. ദെൻ ബ്രാക്കറ്റിൽ വരുന്നത് ഏതാണെന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. മാക്സിമം വന്നാൽ മിനിമം ആണ് വരുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി റീഓർഡർ സ്റ്റോക്ക് ലെവൽ ആണെങ്കിലോ, റീഓർഡർ സ്റ്റോക്ക് ലെവലിന് മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ്. അപ്പോൾ റീഓർഡർ സ്റ്റോക്ക് ലെവലിന് അകത്താരാ വരുന്നത്? മാക്സിമം ആണ്. മാക്സിമം കൺസപ്ഷനും മാക്സിമം റീഓർഡർ പീരീഡുമാണ്. ആൾട്ടർനേറ്റീവ് വേറൊരു ഫോർമുലയും കൂടി ഉണ്ട്, മിനിമം ലെവൽ പ്ലസ് കൺസപ്ഷൻ ഡ്യൂറിങ് റീഓർഡർ പീരീഡ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലും ആൻസർ കണ്ടുപിടിക്കാം. ദെൻ ആവറേജ് സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പും കൂടെ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്റ്റോക്ക് ലെവൽ കിട്ടും. ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? മാക്സിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡഡ് ബൈ 2. ദെൻ അടുത്തത് അറ്റ് ലാസ്റ്റ് ഡേഞ്ചർ ലെവലാണ്. ദിസ് ഈസ് ബിലോ ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞു, ഇക്വേഷൻ ഒന്നും കൂടെ നോക്കിയാലോ, ആവറേജ് കൺസപ്ഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം. ഓക്കെ, അപ്പം 5 ലെവൽസ് 5 ഇക്വേഷന് നമ്മൾ പഠിച്ചു. നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? നോക്കാം. സോ ഹിയർ ശ്രീറാം എൻ്റർപ്രൈസസ് മാനുഫാക്ചേഴ്സ് എ സ്പെഷ്യൽ പ്രോഡക്റ്റ് WIZ. The following information are available in respect of the product. ഒരു പ്രൊഡക്ഷൻ നടത്തുവാണ്. അപ്പം എൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. മിനിമം യൂസേജ് 30 ആണ് അല്ലേ? മിനിമം യൂസേജ് 30 ആണ്. റീഓർഡർ പീരീഡ് അപ്പോൾ ഇത് എത്രയായിരിക്കും? മിനിമം, ഇത് മാക്സിമം അല്ലേ? ദെൻ നോർമൽ യൂസേജ് എത്രയാണ്? 60 ആണ് നോർമൽ യൂസേജ്. മാക്സിമം യൂസേജ് എത്രയാണ്? 80 ആണ്. അപ്പോൾ മിനിമം യൂസേജ് 30, മിനിമം യൂസേജ് മീൻസ് കൺസപ്ഷൻ കേട്ടോ, ഒന്ന് ക്ലാരിറ്റിയിൽ എഴുതട്ടെ. യൂസേജ് മീൻസ് എന്താണ്? കൺസപ്ഷൻ എന്നാണ് കേട്ടോ. മിനിമം കൺസപ്ഷൻ എത്രയാണ്? നമുക്ക് നമ്മൾ ഫോർമുലയിൽ പഠിച്ച പോലെ ഒന്ന് എഴുതാം അല്ലേ? മിനിമം കൺസപ്ഷൻ എത്രയാണ്? 30. ക്ലിയർ അല്ലേ? ഇനി മിനിമം റീഓർഡർ പീരീഡ് എത്രയാണ്? റീഓർഡർ പീരീഡ്
മിനിമം റീഓർഡർ പീരീഡ് എത്രയാണ്? റീഓർഡർ പീരീഡ് 3 മിനിമവും 6 മാക്സിമവുമാണ്. സോ മിനിമം റീഓർഡർ പീരീഡ് എത്രയാണ്? 3. ഓക്കെ, ഇനി മാക്സിമം കൺസപ്ഷൻ എത്രയാണ്? മാക്സിമം കൺസപ്ഷൻ 80 യൂണിറ്റ്സ് ആണ്. മാക്സിമം റീഓർഡർ പീരീഡ് എത്രയാണ്? മാക്സിമം റീഓർഡർ പീരീഡ് 6 അല്ലേ? റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടോ? ഉണ്ട്. എത്രയാണ്? 161. റീഓർഡർ ക്വാണ്ടിറ്റി 160. എമർജൻസി സപ്ലൈ ടൈം തന്നിട്ടില്ല. എമർജൻസി സപ്ലൈ ടൈം തന്നാലേ നമുക്ക് ഡേഞ്ചർ ലെവൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ തന്നിട്ടില്ലാത്തത് കൊണ്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല അല്ലേ? അപ്പം നമുക്ക് ഈ 4 പേരെ കണ്ടുപിടിക്കണം. എമർജൻസി സപ്ലൈ ടൈം തന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡേഞ്ചർ ലെവലും കണ്ടുപിടിക്കായിരുന്നു. ഇൻഫർമേഷൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കണ്ട. സോ ഇത് 4ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്കറിയാം മിനിമം ലെവൽ ചെയ്യണമെങ്കിൽ മാക്സിമം ലെവൽ ചെയ്യണമെങ്കിൽ ആര് വേണം? റീഓർഡർ ലെവൽ ആദ്യം കണ്ടുപിടിച്ചാലേ നമുക്ക് ഇവരെ ബാക്കി 2 പേരെയും ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഈ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. മിനിമം കൺസപ്ഷൻ, മിനിമം റീഓർഡർ പീരീഡ്, മാക്സിമം കൺസപ്ഷൻ, മാക്സിമം റീഓർഡർ പീരീഡ്. എങ്ങനെയാണ് നമ്മൾ റീഓർഡർ സ്റ്റോക്ക് ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റീഓർഡർ സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് അല്ലേ? എങ്ങനെയാണ് റീഓർഡർ ലെവൽ? മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ഇവിടെ മാക്സിമം കൺസപ്ഷൻ എത്രയാണ്? മാക്സിമം കൺസപ്ഷൻ 80. മാക്സിമം റീഓർഡർ പീരീഡ് എത്രയാണ്? 6. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാക്സിമം കൺസപ്ഷൻ, മാക്സിമം റീഓർഡർ പീരീഡ്. സോ ക്വസ്റ്റ്യനിൽ പ്രകാരം മാക്സിമം കൺസപ്ഷൻ 80ഉം മാക്സിമം റീഓർഡർ പീരീഡ് 6ഉമാണ് അല്ലേ? യൂസേജും കൺസപ്ഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡുകളാണ്. സോ എത്രയാണ് റീഓർഡർ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്? 480 യൂണിറ്റ്സ് ആണ്. കണ്ടുപിടിച്ചത് മനസ്സിലായല്ലോ? ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന് മനസ്സിലായല്ലോ? നമ്മളോട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റി എഴുതിയിട്ടുണ്ട്. മാക്സിമം കൺസപ്ഷൻ അല്ലെങ്കിൽ മാക്സിമം യൂസേജും മാക്സിമം റീഓർഡർ പീരീഡും നമ്മൾ ഇൻഡ്യൂ ചെയ്യുന്നു, നമുക്ക് റീഓർഡർ സ്റ്റോക്ക് ലെവൽ കിട്ടുന്നു. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരാണ്? മിനിമം സ്റ്റോക്ക് ലെവലാണ്. മിനിമം സ്റ്റോക്ക് ലെവൽ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? റീഓർഡർ ലെവൽ അല്ലേ? റീഓർഡർ ലെവലിൽ നിന്നും നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് കുറയ്ക്കുക അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. റീഓർഡർ ലെവൽ നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കണം. സോ റീഓർഡർ ലെവൽ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 480 യൂണിറ്റ്സ്. ഇനി നമുക്ക് വേണ്ടത് നോർമൽ കൺസപ്ഷൻ. ഞാൻ പറഞ്ഞു നോർമൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവറേജ് ആണെന്ന് പറഞ്ഞു. ആവറേജ് യൂസ് എന്നോ ആവറേജ് കൺസപ്ഷൻ എന്നോ പറയാം. എങ്ങനെയാണ് നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നോർമൽ അല്ലെങ്കിൽ ആവറേജ് യൂസേജ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? നോർമൽ യൂസേജ് അല്ലെങ്കിൽ ആവറേജ് യൂസേജ് 60 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നോർമൽ യൂസേജ് കിട്ടി അല്ലെങ്കിൽ കൺസപ്ഷൻ കിട്ടി. നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് റീഓർഡർ പീരീഡിനെയാണ് നമ്മൾ നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. അതായത് മാക്സിമവും മിനിമവും മാക്സിമം റീഓർഡർ പീരീഡും മിനിമം റീഓർഡർ പീരീഡും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ആവറേജ് റീഓർഡർ പീരീഡ് കിട്ടുക. ഓക്കെ, ആവറേജ് റീഓർഡർ പീരീഡ് എങ്ങനെയാണ് കിട്ടുക? മാക്സിമം റീഓർഡർ പീരീഡും മിനിമം റീഓർഡർ പീരീഡും കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. നോക്കിക്കേ, മാക്സിമം റീഓർഡർ പീരീഡ് 6, മിനിമം റീഓർഡർ പീരീഡ് 3 ഡിവൈഡ് ബൈ 2 4.5 എന്ന് നമുക്ക് കിട്ടി. ഇനി നോക്കിക്കേ, മിനിമം സ്റ്റോക്ക് ലെവലിൻ്റെ ഇക്വേഷൻ ഒന്നും കൂടെ ഓർക്കുക. റീഓർഡർ ലെവൽ മൈനസ് എന്താണ്? നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. റീഓർഡർ ലെവൽ ക്വസ്റ്റ്യനിൽ നമുക്ക് തൊട്ട് മുമ്പേ കിട്ടി 480 യൂണിറ്റ്സ്. ദെൻ ബ്രാക്കറ്റിൽ എന്താണ്? നോർമൽ കൺസപ്ഷനും നോർമൽ റീഓർഡർ പീരീഡുമാണ്. നോർമൽ കൺസപ്ഷൻ 60 എന്നുള്ളത് ക്വസ്റ്റ്യനിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇനി നോർമൽ റീഓർഡർ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് റീഓർഡർ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 1 തന്നെയാണ്.
എങ്ങനെയാണ് റീഓർഡർ പീരീഡിൻ്റെ മാക്സിമവും മിനിമവും തമ്മിൽ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ മാക്സിമം 6ഉം മിനിമം 3യുമാണ്. ഡിവൈഡഡ് ബൈ 2, സോ 9/2, 4/4.5 ആണ് ഇവിടെ എന്ത് കിട്ടിയിട്ടുള്ളത്, നോർമൽ റീഓർഡർ പീരീഡ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ഫില്ല് ചെയ്യാം. റീഓർഡർ ലെവൽ 418 യൂണിറ്റ്സ് മൈനസ് ബ്രാക്കറ്റിൽ എന്താണ് എഗെയിൻ നോർമൽ യൂസേജ് അല്ലെങ്കിൽ നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. നോർമൽ കൺസപ്ഷൻ ക്വസ്റ്റ്യനിലുണ്ട് 60, നമ്മൾ 4.5 കണ്ടുപിടിച്ചു. സോ ഇൻറ്റു ചെയ്യുക, വി വിൽ ഗെറ്റ് ദ ആൻസർ 210 യൂണിറ്റ്സ് ആണ് നമുക്കിവിടെ മിനിമം സ്റ്റോക്ക് ലെവലിൽ കിട്ടിയിരിക്കുന്നത്. ഇക്വേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ മിനിമം സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ റീഓർഡർ ലെവൽ വേണം, നോർമൽ യൂസേജ് അല്ലെങ്കിൽ കൺസപ്ഷൻ വേണം, നോർമൽ റീഓർഡർ പീരീഡ് വേണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക, ആവറേജ് യൂസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുക. നോർമൽ റീഓർഡർ പീരീഡ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ കൊടുത്ത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് മാക്സിമവും മിനിമവും ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക. എളുപ്പമല്ലേ? സോ മിനിമം സ്റ്റോക്ക് ലെവൽ. അപ്പോൾ ആദ്യം നിങ്ങൾ ഇക്വേഷൻ എഴുതിയിട്ട് ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം ഡയറക്റ്റ്ലി ഇപ്പോൾ നമുക്ക് എക്സാമിന് MCQ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഡയറക്റ്റ്ലി തരാനാണ് ചാൻസസ് കൂടുതൽ. നമുക്ക് ഫോർമുലാസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചാൽ മാത്രം മതിയായിരിക്കും. ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. കാരണം അത്രയുള്ള ടൈമിനുള്ള ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കോമ്പറ്റേറ്റീവ് എക്സാമിന് തരികയുള്ളൂ. അടുത്തത് ഏതാണ്? മാക്സിമം സ്റ്റോക്ക് ലെവലാണ്. നമ്മൾ പറഞ്ഞു മാക്സിമം സ്റ്റോക്ക് ലെവലിൻ്റെ ബ്രാക്കറ്റിനകത്ത് വരുന്നത് മിനിമം കൺസപ്ഷനും മിനിമം റീഓർഡർ പീരീഡും ഒന്നുമാണ്. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണ് വരിക, റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് ആരെയാണ് നമ്മൾ കണ്ടുപിടിക്കാവുള്ളത്, മാക്സിമം അല്ലേ. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ആരായിരിക്കും, മിനിമം കൺസപ്ഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഒന്നും കൂടി ഇക്വേഷൻ എന്താണ്, മാക്സിമം സ്റ്റോക്ക് ലെവൽ എങ്ങനെയാണ്, റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസപ്ഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റീഓർഡർ ലെവൽ 408 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. റീഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിലുണ്ട്. നോക്കിക്കേ, റീഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിലുണ്ട്. റീഓർഡർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു 480. റീഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിലുണ്ട് 161. ദെൻ മിനിമം കൺസപ്ഷൻ എത്രയാണ്, ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു 30. ദെൻ മിനിമം റീഓർഡർ പീരീഡ് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു എത്രയാണ്, 3 അല്ലേ. മിനിമം കൺസപ്ഷൻ അല്ലെങ്കിൽ മിനിമം യൂസേജ് 30. മിനിമം റീഓർഡർ പീരീഡ് ക്വസ്റ്റ്യനിലുണ്ട് എത്രയാണ്, റീഓർഡർ പീരീഡിന് മിനിമം 3 ആയിരുന്നു അല്ലേ. അപ്പം 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക, നമുക്ക് എത്ര ആൻസർ എത്ര കിട്ടും, 551 യൂണിറ്റ്സ് ആണ് നമുക്കിവിടെ മാക്സിമം സ്റ്റോക്ക് ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ റീഓർഡർ ലെവൽ കണ്ടുപിടിച്ചു, മിനിമം അതുപോലെ തന്നെ മാക്സിമം സ്റ്റോക്ക് ലെവലും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആവറേജ് സ്റ്റോക്ക് ലെവലാണ് കാണാനുള്ളത്. ആവറേജ് സ്റ്റോക്ക് ലെവൽ, ആവറേജ് യൂസേജ് ആവറേജ് കൺസപ്ഷൻ ഉണ്ട്, അതും ആവറേജ് സ്റ്റോക്ക് ലെവലും കൂടെ മാറിപ്പോകരുത്. ആവറേജ് യൂസ് വേറെ, ആവറേജ് സ്റ്റോക്ക് ലെവൽ വേറെ. ഓക്കെ, ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം സ്റ്റോക്ക് ലെവലും മിനിമം സ്റ്റോക്ക് ലെവലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം മതി ആവറേജ് സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാൻ. എങ്ങനെയാണ്, മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡഡ് ബൈ 2. എങ്ങനെയാണ് ഇക്വേഷൻ വരിക, മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡഡ് ബൈ 2. നമ്മൾ രണ്ടും തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. മാക്സിമം സ്റ്റോക്ക് ലെവൽ 551 എന്നും അതുപോലെ തന്നെ മിനിമം സ്റ്റോക്ക് ലെവൽ നമുക്ക് 210 എന്നും കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 551 + 210 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 360 യൂണിറ്റ്സ് ആണ് ഇവിടെ നമുക്ക് ആവറേജ് സ്റ്റോക്ക് ലെവൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ലെവൽ നമ്മൾ 5 ടൈപ്പ് പഠിച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് റീഓർഡർ ലെവൽ, അതുപോലെ തന്നെ മിനിമം ലെവൽ, മാക്സിമം ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ ലെവലിന് എമർജൻസി സപ്ലൈ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡേഞ്ചർ ലെവലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും.
ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQ. So it refers to that quantity of material to be purchased at a one time to optimize the cost thereof. അതായത് നമ്മൾ ടൈപ്പ് ഓഫ് കോസ്റ്റിൽ പഠിച്ചപ്പോൾ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡറിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓരോ പർച്ചേസ് ഓർഡർ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇൻകേർഡ് ആവുന്ന കോസ്റ്റും, ക്യാരിയിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഹോൾഡിംഗ് കോസ്റ്റ് അല്ലേ? അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്യണം, ക്യാരി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ വെയർ ഹൗസ് റെൻറ്റ്, സ്റ്റോർ കീപ്പർ, അതുപോലെയുള്ള എക്സ്പെൻസുകളാണ് നമുക്ക് ഈ ക്യാരിയിങ് കോസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഓർഡറിങ് കോസ്റ്റിനെയും ക്യാരിയിങ് കോസ്റ്റിനെയും മിനിമത്തിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമം ആവുന്നൊരു പോയിന്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു ഫ്രഷ് ഓർഡർ കൊടുക്കാൻ. ഇപ്പോൾ അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് പർച്ചേസ് റിക്വസിഷൻ്റെ ബേസിൽ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓർഡറിങ് കോസ്റ്റ് വളരെ കൂടുതലാവും. അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റ് നമുക്ക് കൂടുതലാവും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകളെല്ലാം അവിടെ വരും ഇല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കോസ്റ്റ് നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ പർച്ചേസ് ചെയ്യാനുള്ളത്, അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക? നമ്മൾ കൃത്യമായിട്ട് അത് ഏത് പോയിന്റിലാണ് നമുക്കത് എന്ത് ചെയ്യാനുള്ളത്, അടുത്ത് ഓർഡർ ചെയ്യാനുള്ളതെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമത്തിലെത്തുന്ന ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫ്രഷ് ഓർഡേഴ്സ് കൊടുക്കുക. അപ്പോൾ അത്തരത്തിലാണ് നമ്മളത് ഏത് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, പുതിയൊരു റീ ഓർഡർ ചെയ്യാനുള്ളതെന്നുള്ളതാണ് ഈ ഒരു EOQയിലൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ആ ഒരു പോയിന്റ് എന്തായിരിക്കും? അവിടെ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമത്തിലായിരിക്കുന്നൊരു പോയിന്റ് ആയിരിക്കും അത്. So it refers to that quantity of material to be purchased at one time to optimize the cost. Optimize എന്തൊക്കെയാണ്? ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും അവിടെ ഓപ്റ്റിമൈസ് ചെയ്യുകയാണ്. At this point of quantity, the total of carrying cost and ordering cost will be lowest. അവിടെ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും, ലോവസ്റ്റിലായിരിക്കും. It is known by different names like optimum quantity. നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വേറെ ഏതൊക്കെ പേരുകളിൽ പറയാം? ഒപ്റ്റിമം ക്വാണ്ടിറ്റി, എക്കണോമിക് ലോട്ട് ക്വാണ്ടിറ്റി, ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ്. 3 പേരുകളിൽ ഞാൻ പറഞ്ഞു. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അതർവൈസ് നോൺ ആസ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ എക്കണോമിക് ലോട്ട് ക്വാണ്ടിറ്റി, അതുപോലെ ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ഓർഡറിങ് കോസ്റ്റിൻ്റെയും ക്യാരിയിങ് കോസ്റ്റിൻ്റെയും കേസ് പറഞ്ഞു. സോ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് ഓർഡറിങ് കോസ്റ്റ്. ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ദ പ്ലേസ്മെന്റ് ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് അതർ റിലേറ്റഡ് എക്സ്പെൻസസ്. ദെൻ more quantities of material ordered at one time reduce the ordering cost, and if the quantity ordered is less, more frequent purchases are to be made and the ordering cost will increase. എന്താണ് പറയുന്നത്? മോർ ക്വാണ്ടിറ്റീസ്. അപ്പം നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വാങ്ങാനുള്ളത് അത് നമ്മളിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഓർഡറിങ് കോസ്റ്റ് കൂടും. സോ നമ്മൾ ഒരു പർച്ചേസ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റീസ് എത്രയാണ് നമുക്ക് അവിടെ ആ ഒരു ടൈമിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്നത് അത് അപ്പോൾ ഓർഡർ ചെയ്യുക. നമ്മളിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഓർഡറിങ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. സോ അതുകൊണ്ടാണ് പറയുന്നത് മോർ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ ഓർഡേഡ് അറ്റ് വൺ ടൈം റെഡ്യൂസ് ദ ഓർഡറിങ് കോസ്റ്റ്, ആൻഡ് ഇഫ് ക്വാണ്ടിറ്റി ഓർഡേഡ് ഈസ് ലെസ്, നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി അപ്പോഴേ ഒത്തിരി തവണ എന്താണ് ഇങ്ങനെ ഒരു റെഗുലർ ഇൻ്റർവൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഓർഡറിങ് കോസ്റ്റ് കൂടുതലായിരിക്കും. സോ ഇഫ് ദ ക്വാണ്ടിറ്റി ഓർഡേഡ് ഈസ് ലെസ്, മോർ ഫ്രീക്വൻറ്റ് പർച്ചേസസ് ആർ ടു ബി മെയ്ഡ് ആൻഡ് ദ ഓർഡറിങ് കോസ്റ്റ് വിൽ ഇൻക്രീസ്. ഇല്ലേ, ഇപ്പോൾ നമ്മൾ മന്ത്ലി ഒറ്റ ടൈമിൽ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങുന്നതും നമ്മളെങ്ങനെ അത് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അങ്ങനെ റെക്കോർഡായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ എക്സ്പെൻസ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ആ എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ പർച്ചേസിങ് ഫ്രീക്വൻറ്റ് പർച്ചേസിങ് കൂടുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അവിടെ എന്താണ് പർച്ചേസിങ് കോസ്റ്റ് അവിടെ കൂടും. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെയും കൂടുതൽ ക്വാണ്ടിറ്റീസ് ഒറ്റ ടൈം പർച്ചേസ് ചെയ്യുക. അടുത്തത് ക്യാരിയിങ് കോസ്റ്റ് ആണ്. ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ പ്രിസർവിങ് ദ പർച്ചേസ്ഡ് മെറ്റീരിയൽസ്. ഇപ്പോൾ വാങ്ങിയ ഉടനെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിലോട്ടല്ലല്ലോ പോകുന്നത്, നമുക്കത് ഹോൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. സോ ഇറ്റ് ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ഓൺ മണി ഇൻവെസ്റ്റഡ് ഇൻ മെറ്റീരിയൽ സ്റ്റോറേജ് കോസ്റ്റ് ലൈക്ക് ഇൻഷുറൻസ്, ലൈറ്റിങ്, റെൻറ്റ്,
സാലറി ഫോർ സ്റ്റോർ കീപ്പർ. അപ്പം അത്തരത്തിൽ ആ ഒരു സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസുകൾ നമുക്ക് അവിടെ അഡീഷണൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ഹയർ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഇൻക്രീസസ് ദ ക്യാരിയിങ് കോസ്റ്റ്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പർച്ചേസ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് കൂടും. കാരണം നമുക്കുള്ള സ്പേസ് തികയാതെ വരും, നമ്മൾ പുതിയ സ്റ്റോർ അറേഞ്ച്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കവിടെ കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും, ക്വാണ്ടിറ്റീസുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഹോൾഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. സോ കൂടുതൽ എക്സ്പെൻസ് അതിലേക്ക് ബ്ലോക്ക് ആവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും ഒരു മിനിമത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, പുതിയ ഓർഡേഴ്സ് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് EOQയിൽ പ്രധാനമായിട്ട് EOQയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ സ്റ്റോക്ക് ലെവൽസ് പഠിച്ച പോലെ തന്നെ EOQൻ്റെ പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. കൊമേഴ്സ് റിലേറ്റഡ് എക്സാമുകൾക്കൊക്കെ EOQ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ എന്താണ് EOQൻ്റെ ഇക്വേഷൻ? നമുക്ക് പല നെയിംസ്, ഇപ്പോൾ ആനുവൽ കൺസപ്ഷനൊക്കെ പറയുന്ന കേസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഡിഗ്രിക്ക് ഇക്വേഷൻ പഠിച്ചത് അത് തന്നെ ഫോളോ ചെയ്താൽ മതി. ആൻസർ നമുക്ക് സെയിം കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ 2CO/I എന്ന് പറയാറുണ്ട്, 2AO/ √2AO/I എന്നും പറയാറുണ്ട്. എല്ലാം എന്താണ്, കറക്റ്റാണ്. ഏതാണോ നിങ്ങൾ പഠിച്ചത് അത് ഫോളോ ചെയ്യുക. സോ എന്താണ് ഈ 2AO അല്ലെങ്കിൽ 2CO/I? നമുക്കൊന്ന് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ, എന്തൊക്കെയാണ് ഈ ലെറ്റേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഹിയർ A അല്ലെങ്കിൽ C എന്ന് പറയുന്നത് ആനുവൽ കൺസപ്ഷൻ ആണ്. ശ്രദ്ധിച്ചോളുക, ക്വസ്റ്റ്യനിൽ മന്ത്ലി കൺസപ്ഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ 12 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് ആനുവൽ കൺസപ്ഷനിലോട്ടാക്കാൻ മറക്കരുതേ കേട്ടോ. നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ മന്ത്ലി കൺസപ്ഷൻ ആയിരിക്കും തരിക. അപ്പോൾ അത് 12 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് ആനുവൽ കൺസപ്ഷൻ തന്നെ നമുക്കവിടെ വേണം. സോ A ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ C ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആനുവൽ കൺസപ്ഷൻ ആണ്. ദെൻ കോസ്റ്റ് ഓഫ് ഓർഡറിങ് റുപ്പീസിൽ പറഞ്ഞിരിക്കും. O ഫോർ ഓർഡറിങ് കോസ്റ്റ്. ഇനി ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ആവറേജ് ഇൻവെൻട്രി. ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ആവറേജ് ഇൻവെൻട്രി എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിരിക്കും. അത് നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഹെൽപ്പോട് കൂടെയാണ് നമ്മൾ ഇവിടെ ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി നമ്മൾ കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പെർ യൂണിറ്റും കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് EOQൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 2CO/Iയും പറയാം, 2AO/Iയും നമുക്ക് പറയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രോബ്ലംസ് ഒന്ന് നോക്കാം. കാൽക്കുലേറ്റ് EOQ ഫ്രം ദ ഫോളോവിങ് ഇൻഫർമേഷൻ. ഇവിടെ ആനുവൽ കൺസപ്ഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്, മന്ത്ലി അല്ല. സോ നമുക്കിവിടെ വീണ്ടും കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. ആനുവൽ കൺസപ്ഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് എടുക്കാം. കോസ്റ്റ് ഓഫ് ഓർഡറിങ് 50 പെർ ഓർഡർ. ഒരു ഓർഡറിന് എത്രയാണ്, 15 രൂപയാണ്. കോസ്റ്റ് പെർ യൂണിറ്റ് ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ആവറേജ് ഇൻവെൻട്രി. ഞാൻ പറഞ്ഞു ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ആവറേജ് ഇൻവെൻട്രി പെർസെൻറ്റേജ് തന്നിരിക്കും. നമ്മൾ ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, കോസ്റ്റ് പെർ യൂണിറ്റ്. അവർ ഒരേ കുടുംബക്കാരാണ്. എന്ത് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് ക്യാരിയിങ് കോസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്, 2AO/I അല്ലെങ്കിൽ 2CO/I. ഞാൻ തന്നെ പറയുകയാണ്, ആനുവൽ കൺസപ്ഷൻ്റെ ബേസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെച്ചിരിക്കാം. സോ 2AO/I. നമുക്ക് നോക്കാം, ഇവിടെ A എന്ന് പറയുന്നത് എത്രയാണ്, 6000 ആണ്. എന്താണ് ആനുവൽ കൺസപ്ഷൻ എന്ന് പറയുന്നത് 6000 ആണ്. O എളുപ്പമാണ്, ഓർഡറിങ് കോസ്റ്റ് 15 തന്നിട്ടുണ്ട്. I നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക, 2.50ൻ്റെ 20% അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും ക്യാരിയിങ് കോസ്റ്റ് പെർസെൻറ്റേജ് തന്നിരുന്നാൽ കോസ്റ്റ് പെർ യൂണിറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. സോ നമുക്ക് എത്ര വരും, 6000 യൂണിറ്റ്സ്, 50 പെർ ഓർഡർ, 2.50 നമ്മൾ 20% എടുക്കുമ്പോൾ നമുക്ക് 0.5 എന്നാണ് കിട്ടുക അല്ലേ. 0.5 എന്ന് കിട്ടും. നമുക്ക് നോക്കാം, ഇനി ഇക്വേറ്റ് ചെയ്താൽ മതിയല്ലോ, ഇക്വേഷനിലോട്ടൊന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. 2AO അല്ലെങ്കിൽ 2CO/I, 2 ഇൻറ്റു കൺസെപ്ഷൻ 6000, ഓർഡറിങ് കോസ്റ്റ് 15, 0.5 ആണ് നമുക്ക് ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ കൊടുത്തു. സോ 3,60,000 എന്ന് വരും.
3,60,000 റൂട്ട് എടുക്കണ്ടേ? റൂട്ട് ഉണ്ട്. അപ്പം നമുക്ക് എപ്പോഴും എക്സാമിന് റൂട്ട് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നമുക്ക് തരിക മോസ്റ്റ് ഓഫ് ദ കേസിലും. അപ്പോൾ 3,60,000 റൂട്ട് എടുക്കുമ്പോൾ 600 യൂണിറ്റ്സ് എന്ന് കിട്ടും അല്ലേ? അപ്പോൾ EOQ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്? 3 കാര്യങ്ങളാണ് വേണ്ടത്. A, ആനുവൽ കൺസപ്ഷൻ, ഓർഡറിങ് കോസ്റ്റ്, ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ്. അപ്പോൾ ആനുവൽ കൺസപ്ഷൻ എന്ന് ശ്രദ്ധിക്കണം. മന്ത്ലി ആണോ തന്നിരിക്കുന്നത് അത് ആനുവലി ആണോ എന്നുള്ളത് കൃത്യമായി നോക്കുക. മന്ത്ലി ആണെങ്കിൽ 12 കൊണ്ട് ഇൻറ്റു ചെയ്ത് ആനുവൽ കൺസപ്ഷനിലോട്ട് എത്തിക്കുക. ഓർഡറിങ് കോസ്റ്റ് നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല, പെർ എന്താണ് റുപ്പീസിൽ കൃത്യമായി തന്നിരിക്കും പെർ ഓർഡർ. ദെൻ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജ് കോസ്റ്റ് എല്ലാം ഇതിൻ്റെ അകത്ത് എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരും ക്യാരിയിങ് കോസ്റ്റിനകത്ത്. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നോക്കുക. അത് ഏതിൻ്റെ റിലേഷനിൽ കണ്ടുപിടിക്കുക? കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ബേസിൽ ഇൻറ്റു ചെയ്ത് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് 2AO ഡിവൈഡഡ് ബൈ I. ഇവിടെ നമ്മൾ 2 ഇൻറ്റു 6,000 ഓർഡറിങ് കോസ്റ്റ് 15 ഡിവൈഡഡ് ബൈ 0.5 നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് 3,60,000 എന്ന് കിട്ടും എന്നാണ്. ഇൻറ്റു ചെയ്യുമ്പോൾ 3,60,000 എന്ന് കിട്ടും. 3,60,000 റൂട്ട് എത്രയാണ്? 600 ആണ്. സോ എക്കണോമിക്കൽ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 600 യൂണിറ്റ്സ് ആണ്. ഓക്കെ, സോ അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കിയാലോ. EOQവിൽ തന്നെ വരുന്നതാണ്. ഒന്നും കൂടെ നമുക്കൊന്ന് ഫെമിലിയർ ആവട്ടെ. സോ ആനുവൽ കൺസപ്ഷൻ ആണ് 120, കോസ്റ്റ് ഓർഡറിങ് 20 ആണ്, കോസ്റ്റ് പെർ യൂണിറ്റ് 100 ആണ്, ക്യാരിയിങ് കോസ്റ്റ് 12 ആണ്. നമുക്ക് എങ്ങനെ ചെയ്യാം? എളുപ്പമല്ലേ? സോ ഹിയർ A 2 ഇൻറ്റു 120, ഓർഡറിങ് കോസ്റ്റ് 20 ആണ്, ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് എങ്ങനെയാണ് വരിക? 100 അല്ലേ? 100 ആണ്. എത്രയാണ് പെർസെൻറ്റേജ് ക്യാരിയിങ് കോസ്റ്റിൻ്റെ? 12 ആണ്. സോ 100 ഇൻറ്റു 12/100. അപ്പോൾ ഈ 100 രണ്ടും വെട്ടിപ്പോവും. സോ ക്യാരിയിങ് കോസ്റ്റ് എത്ര കിട്ടും നമുക്ക്? ക്യാരിയിങ് കോസ്റ്റ് നമുക്ക് 12 എന്ന് കിട്ടും അല്ലേ? 12 എന്ന് കിട്ടും. സോ അങ്ങനെ ദേ നമുക്കിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. AI, OI, II. ഇനി നമുക്ക് എന്തെങ്കിലും ഇക്വേഷൻ ഡൗട്ട് ഉണ്ടോ? എഗെയിൻ ഓർത്തോളുക, നിങ്ങൾ C തന്നെ എഴുതണമെന്നില്ല. 2AO/I എന്ന് എഴുതിയാലും തെറ്റില്ല. നമുക്ക് എങ്ങനെയാണെങ്കിലും ആൻസർ കിട്ടിയാൽ മതി. ഇത് അതായത് ഏത് ലെറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്താലും ആൻസർ കറക്റ്റായിട്ട് കിട്ടണം അല്ലേ? സോ 2 ഇൻറ്റു 120 ഇൻറ്റു 20, സോ ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. 400 കിട്ടും. 400 റൂട്ട് നമ്മൾ എടുത്തേ. 400 റൂട്ട് 20. അപ്പോൾ 20 നമ്മളിവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 20 യൂണിറ്റ്സ്. ഓക്കെ, 20 യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ 2 പ്രോബ്ലം ചെയ്തു അല്ലേ? അപ്പം നമുക്ക് ഒരു പ്രോബ്ലവും കൂടെ നമുക്ക് വരാം. ചെറിയൊരു സ്റ്റോറേജ് കോസ്റ്റും കൂടെ ആഡ് ഓൺ ആയിട്ട് വരുന്നൊരു പ്രോബ്ലം. അപ്പം അതെങ്ങനെയാണ്? അതും കൂടെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് അവിടെ ക്യാരിയിങ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. സോ ഇവിടെ ആനുവൽ ഡിമാൻഡ് 3,500 യൂണിറ്റ്സ് ആണ്. ആനുവൽ ഡിമാൻഡ് മീൻസ് ആനുവൽ കൺസപ്ഷൻ. ഇയർലി തന്നെയാണ് തന്നിരിക്കുന്നത്, നമുക്ക് കൺവേർട്ട് ചെയ്യാനൊന്നുമില്ല. കോസ്റ്റ് ഓഫ് ഓർഡറിങ് എന്ന് പറയുന്നത് 5 പെർ ഓർഡർ ആണ്. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് 3.60 ആണ്. ദെൻ ക്യാരിയിങ് കോസ്റ്റ് 10 ആണ്. സ്റ്റോറേജ് കോസ്റ്റ് 3 ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക, ക്യാരിയിങ് കോസ്റ്റിൻ്റെ കൂടെ സ്റ്റോറേജ് കോസ്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ തരിക. ചില കേസിൽ ക്യാരിയിങ് കോസ്റ്റ് സെപ്പറേറ്റും സ്റ്റോറേജ് കോസ്റ്റ് സെപ്പറേറ്റും ആണെങ്കിൽ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 10 + 3 13 ആണ് ഇവിടെ I വരിക. അതിയുടെ കാൽക്കുലേഷൻ എങ്ങനെ വരും? 13 3.60 ഇൻറ്റു 13/100. ഓക്കെ, കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ എഴുതി. എങ്ങനെയാണ് ഇവിടെ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എത്ര വരും? 13 വരും കേട്ടോ, 13 വരും. എങ്ങനെയാണ്? 10 + 3. സ്റ്റോറേജ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ആണോ? ആണ്. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എത്രയാണ്? 3.60. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കിട്ടും ഇവിടെ.
0.468 ആണ് ഇവിടെ നമുക്ക് ഐ കിട്ടുക. എങ്ങനെയാണ് 3.60 ഇൻറ്റു 13 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇവിടെ വരിക? 0.468 ആണ് വരിക. ഇതെന്താണ് നമ്മുടെ ആൻസർ ആണോ ഇത്? അല്ല, നമ്മുടെ ഐ കമ്പ്യൂട്ട് ചെയ്തതേ ഉള്ളൂ. നമുക്കിനി ഇക്വേഷനിലോട്ട് നോക്കാം. ഇക്വേഷൻ എന്താ പറയുന്നത്? യെസ്, 2AO അല്ലെങ്കിൽ 2CO ബൈ ഐ. ഇതിൽ ആനുവൽ കൺസപ്ഷൻ 3500 ആണ്. ദെൻ ഓർഡറിങ് കോസ്റ്റ് 5 ആണ്. ദെൻ 0.468 ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് നമ്മളവിടെ ഡിവൈഡ് ചെയ്യുന്നു. സോ നമ്മൾ ഇതിൻ്റെ റൂട്ട് എടുക്കുക. സോ വി വിൽ ഗെറ്റ് 273 യൂണിറ്റ്സ്. ഇവിടെ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഇൻവെൻട്രി എടുക്കുമ്പോൾ ക്യാരിയിങ് കോസ്റ്റ് സെപ്പറേറ്റ് തരുമ്പോൾ സ്റ്റോറേജ് കോസ്റ്റും കൂടി അതിനോടൊപ്പം ആഡ് ചെയ്യണം. ചില കേസിൽ ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്താണ് ഇൻവെൻട്രി കോസ്റ്റ് ക്യാരിയിങ് കോസ്റ്റ് പറയുന്നത്. ചില കേസിൽ സ്റ്റോറേജ് കോസ്റ്റ് സെപ്പറേറ്റ് തന്നിരുന്നാൽ അതും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് ഒരുമിച്ചെടുക്കുക. അപ്പം അതുമാത്രമാണ് ഇതിലൊരു വ്യത്യാസമുള്ളത്. പിന്നെ നമുക്ക് എക്സാമിന് ചോദിക്കാം നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഒരു എക്സ്ട്രാ ചോദ്യം ചോദിക്കാം. EOQ മാത്രമല്ല, നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഡ്യൂറിങ് ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് നമ്മൾ എടുത്തു എന്നുള്ളതാണ്. അതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് ആനുവൽ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ EOQ ആണ്. ഓക്കെ, ആനുവൽ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ EOQ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആനുവൽ കൺസപ്ഷൻ എന്തുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യണം? EOQമായിട്ട് എന്ത് ചെയ്യുക? സോറി, നോട്ട് മൾട്ടിപ്ലിക്കേ ചെയ്യാനല്ല, അവിടെ ആനുവൽ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ EOQ കേട്ടോ. ആനുവൽ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ EOQ. ഇവിടെ നമ്മൾ എത്രയാണ് ആനുവൽ കൺസപ്ഷൻ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? 3500 ആണ്. നമ്മൾ EOQ എത്ര കണ്ടുപിടിച്ചു? 273 ആണ് നമ്മൾ EOQ ഫൈൻഡ് ഔട്ട് ചെയ്തത്. സോ 3500 ഡിവൈഡഡ് ബൈ 273. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 13 ഓർഡേഴ്സാണ്. ആ വർഷം എത്ര ഓർഡേഴ്സ് എടുത്തു? 13 ഓർഡേഴ്സാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രോബ്ലം EOQയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ ഈ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. നമ്പർ ഓഫ് ഓർഡേഴ്സ്, എഗെയിൻ ഇക്വേഷൻ എന്താണ്? ആനുവൽ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. കാരണം ഇത് നമ്മൾ രണ്ടും കണ്ടുപിടിച്ചതായിരിക്കുമല്ലോ. സോ അത് ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്കവിടെ എത്ര ഓർഡേഴ്സ് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്, ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ലെവൽസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നോക്കാനുള്ള മറ്റൊരു കേസാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. അതായത് നമുക്ക് മെറ്റീരിയൽസിനെ പല ബേസിൽ, വാല്യൂവിൻ്റെ ബേസിൽ, അതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ബേസിൽ, മൂവ്മെൻറ്റിൻ്റെ ബേസിലൊക്കെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മളിവിടെ 4 അനാലിസിസ് ആണ് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന 4 അനാലിസിസ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ABC അനാലിസിസ്, സെക്കൻഡ് വൺ വെഡ് അനാലിസിസ്, ദെൻ JIT അനാലിസിസ് ആൻഡ് ലാസ്റ്റ് വൺ FSN അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്? ABC അനാലിസിസ് ആണ്. എന്താണ് ABC അനാലിസിസ്? ABC അനാലിസിസ് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ തന്നെ നോക്കാം. ഓൾവേസ് ബെറ്റർ കൺട്രോൾ കേട്ടോ. ഓൾവേസ് ബെറ്റർ കൺട്രോൾ. It classifies the stores into 3 categories on the basis of their value. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ABCയുടെ എക്സ്പാൻഷൻ ആദ്യം പഠിക്കുക, ഓൾവേസ് ബെറ്റർ കൺട്രോൾ. ദെൻ ABC അനാലിസിസ് എന്തിൻ്റെ ബേസിസിലാണ് ഇവിടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രിയെ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് എക്സാമിന് ചോദിക്കാം. എന്തിൻ്റെ ബേസിലാണ്? വാല്യൂവിൻ്റെ ബേസിലാണോ, സ്പെയർ പാർട്സിൻ്റെ ബേസിലാണോ എന്ന് ചോദിച്ചാൽ വാല്യൂവിൻ്റെ ബേസിലാണ് ABC അനാലിസിസിൽ ഇൻവെൻട്രികളെ ക്ലാസിഫൈ ചെയ്യുന്നത്. So it classifies the stores into 3 categories on the basis of their value. എങ്ങനെയാണ്? ABC എന്ന് പറയുന്ന 3 കാറ്റഗറിയിലായിട്ടാണ്. ഇനി ഫസ്റ്റ് കാറ്റഗറി എന്താണ്? മെറ്റീരിയൽ വിച്ച് ആർ കോസ്റ്റ്ലി but forms only a small part of the total inventory are categorized as A. This category material require greater care. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും വളരെ കെയർ കൊടുക്കാനുള്ളതും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷിക്കില്ലേ? സിമിലർ വൈസ്
ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ വിലയുള്ളതും എന്നാൽ ക്വാണ്ടിറ്റി വൈസിൽ വളരെ സ്മോളും എന്നാൽ ഗ്രേറ്റർ കെയറും കൊടുക്കേണ്ട ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. വളരെ കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കാണുമോ? ഇല്ല, വളരെ കുറച്ചേ കാണുള്ളൂ. കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ കെയർ കൊടുക്കണം. വളരെ ക്വാണ്ടിറ്റിയും വളരെ കുറവായിരിക്കും. അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ എ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, കോസ്റ്റ്ലി ആണ്, സ്മോൾ പാർട്ടേ കാണുള്ളൂ, ബട്ട് ഗ്രേറ്റർ കെയർ നമുക്കവിടെ കൊടുക്കണം. അടുത്തത്, മേജർ പോർഷൻ ഓഫ് ദ ടോട്ടൽ ഇൻവെന്ററി ബട്ട് റിലേറ്റീവ്ലി ഓഫ് സ്മോൾ വാല്യൂ ആർ കാറ്റഗറൈസ്ഡ് ആസ് സി. ഇറ്റ് റിക്വയർസ് കമ്പാരിറ്റീവ്ലി ലെസ് കെയർ. എയുടെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? മേജർ പോർഷൻ, അതായത് നമ്മുടെ ഓർഗനൈസേഷൻ നോക്കുമ്പോൾ മേജർ പോർഷൻ ഓഫ് ഇൻവെന്ററിയും സി കാറ്റഗറിയാണ്. ഒരുപാട് ഐറ്റങ്ങളും ഒരുപാട് സാധനങ്ങളും ഉണ്ടായിരിക്കും. അതിൻ്റെ വില കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമുക്ക് വലിയ കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ളതാണ് ഏത്? സി എന്ന് പറയുന്നത്, കാറ്റഗറി സി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് എയിലും സിയിലും ഉൾപ്പെടാത്ത മിഡിലിൽ നിൽക്കുന്ന ആളാണ് ആര്? സി എന്ന് പറയുന്നത്. സോറി, ബി എന്ന് പറയുന്നത്. അതായത് എക്കും സിക്കും, എ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ കെയർ, സി എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ കെയർ. ഇതിൻ്റെ ഇടയിൽ മിഡിലിൽ നിൽക്കുന്നതാണ് എന്ത്? ബി എന്ന് പറയുന്നത്. ബി ഐറ്റംസ് ഓഫ് മെറ്റീരിയൽ ആർ തോസ് ഹൂസ് ക്വാണ്ടിറ്റി വാല്യൂ ആർ മോർ ഓർ ലെസ് സെയിം കൺട്രോൾ ബി കാറ്റഗറി റിക്വേഴ്സ് പ്രോപ്പർ കെയർ. അതായത് ബി സി പോലെ തന്നെ എന്താണ് കൂടുതലാവാം, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ സി കാറ്റഗറിയോടൊപ്പം തന്നെ ക്വാണ്ടിറ്റി ഉള്ളതായിരിക്കും. അവർ പ്രോപ്പർ കെയർ കൊടുക്കണം. എന്നാൽ എയുടെ അത്ര കെയർ കൊടുക്കണ്ട, എന്നാൽ സിയുടെ അത്ര കെയർ കൊടുക്കാതെ ഇരിക്കേണ്ട. നമ്മൾ പറഞ്ഞല്ലോ, രണ്ടിലും പെടാതെ നമ്മളൊരു മിഡിലിൽ നിൽക്കുന്നതാണ് ആര്? ബി എന്ന് പറയുന്നത്. സോ വാല്യൂവിൻ്റെ ബേസിലാണ് ഇവിടെ ABC അനാലിസിസ് ക്ലാസിഫൈ ചെയ്യുന്നത്. എ ഗ്രേറ്റർ കെയർ, സ്മോൾ ക്വാണ്ടിറ്റി, എന്താണ് ഹൈ കോസ്റ്റ്. സി എന്ന് പറയുമ്പോൾ ലാർജ് ക്വാണ്ടിറ്റി, സ്മോൾ വാല്യൂ, ലെസ് കെയർ ആണെങ്കിലും കുഴപ്പമില്ല. സോ ബി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മിഡിലിൽ നിൽക്കുന്നതാണ്. സിയെ പോലെ തന്നെ അതേ ഒരു പ്രോപ്പർ കെയർ അവിടെ ബിക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്തെന്ന് പറയുന്നത് വെഡ് അനാലിസിസ് ആണ്. വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ അനാലിസിസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എന്താണ് വെഡ് അനാലിസിസ്? വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡി ഫോർ ഡിസൈറബിൾ. ഇറ്റ് ഈസ് എ ഡിവൈസ് ഇൻറ്റൻഡ് ഫോർ കൺട്രോൾ ഓഫ് സ്പെയർ പാർട്സ്. ഇവിടെ എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? സ്പെയർ പാർട്സിൻ്റെ ബേസിലാണ്. ഓക്കെ. V for vital and E for essential and D for desirable. Vital spare parts are those whose non-availability may lead to stoppage of production. Vital എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള മീനിങ് അല്ലേ? അപ്പോൾ വൈറ്റൽ സ്പെയർ പാർട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അവൈലബിലിറ്റി കുറവ് അല്ലെങ്കിൽ നോൺ അവൈലബിലിറ്റി പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യിക്കാം. കാരണം അത്രത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെയർ പാർട്സുകളാണ്. ഇനി production may not be interrupted due to the non-availability of essential spares for 1 hour or 1 day. അപ്പോൾ വൈറ്റൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു നോൺ അവൈലബിലിറ്റി പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യിക്കും. കാരണം അത് ഒരിക്കലും അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ പാടില്ല. ഇനി എസെൻഷ്യൽ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒരു 1 ഡേ അല്ലെങ്കിൽ ഒരു 2 ഡേ അല്ലെങ്കിൽ ഒരു 1 hour ഒക്കെ അത് എന്താണ്, അതിൻ്റെ ഒരു നോൺ അവൈലബിലിറ്റി പ്രൊഡക്ഷനെ ബാധിക്കില്ല. കാരണം വൈറ്റലിൻ്റെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, എസെൻഷ്യൽ ആണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ബട്ട് നോട്ട് വൈറ്റൽ. അപ്പോൾ അത് ഒരു 1 അല്ലെങ്കിൽ 2 ഡേ അല്ലെങ്കിൽ 2 hour അതിൻ്റെ ഒരു നോൺ അവൈലബിലിറ്റി ഒരിക്കലും പ്രൊഡക്ഷനെ ബാധിക്കില്ല. അതാണ് എസെൻഷ്യൽ എന്ന് പറയുന്നത്. ദെൻ ഡിസൈറബിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വീക്കിൽ തന്നെ ആ ഒരു ഇൻവെൻട്രി നമുക്ക് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ആ സ്പെയർ പാർട്സ് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാനില്ല, പ്രൊഡക്ഷനെ അത് ബാധിക്കില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് വെഡ് അനാലിസിസിൽ പറയുന്നത്. സ്പെയർ പാർട്സിൻ്റെ ബേസിസിലാണ് നമ്മളവിടെ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ എന്നുള്ള രീതിയിൽ 3ആയിട്ട്. വൈറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു നോൺ അവൈലബിലിറ്റി ഡയറക്റ്റ്ലി പ്രൊഡക്ഷനെ ബാധിക്കും. എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു 1 അല്ലെങ്കിൽ 2 ഡേ അല്ലെങ്കിൽ ഒരു 2 hour അതിൻ്റെ ഒരു നോൺ അവൈലബിലിറ്റി നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നില്ല. മൂന്നാമത് നമ്മൾ എസെൻഷ്യൽ എന്ന് സെക്കൻഡ് വൺ എസെൻഷ്യൽ, തേർഡ് ഡിസൈറബിൾ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ അതാണ് ഒരു 1 വീക്കിലോളം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്പെയർ പാർട്സ് ഇല്ലെങ്കിൽ പോലും നമുക്ക് പ്രൊഡക്ഷൻ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഡിസൈറബിൾ, അതുപോലെ തന്നെ എസെൻഷ്യൽ ആൻഡ് വൈറ്റൽ. ഓക്കെ. ദെൻ ജിറ്റ് സിസ്റ്റം, ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം. എന്താണ് ജിറ്റ് സിസ്റ്റം? ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം ആണ്.
In order to avoid enormous carrying cost of inventory in stores and godowns, organizations are becoming more and more interested in getting potential gain from making smaller and more frequent purchase orders. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഓവർ സ്റ്റോക്കിംഗ് അണ്ടർ സ്റ്റോക്കിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ. ഈ ജിറ്റ് അനാലിസിസിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡക്ഷൻ എപ്പോഴാണോ അതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഒരു നമുക്ക് ഈ ക്യാരിങ് കോസ്റ്റ് അതുപോലെ ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് കുറേയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ സാധിക്കും. ജസ്റ്റ് ഇൻ ടൈം, അതായത് നമുക്ക് പ്രൊഡക്ഷന് കുറച്ച് മുമ്പ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓർഡേഴ്സ് പർച്ചേസ് ഓർഡർ അല്ലെങ്കിൽ മെറ്റീരിയൽ നമുക്ക് സ്റ്റോക്ക് ചെയ്താൽ മതി. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്ലയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. നമ്മൾ ഓർഡർ ചെയ്ത ഉടനെ തന്നെ നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്ന തരത്തിലുള്ള ഒരു ബോണ്ട് നമുക്ക് സപ്ലയറുമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ജിറ്റ്സ് സ്റ്റോക്ക് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വളരെയധികം ബാഡായിട്ട് ബാധിക്കും. അപ്പോൾ ജിറ്റ് സിസ്റ്റം എന്താണ്, ജസ്റ്റ് ബിഫോർ എന്താണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട്സ്, ആ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റോക്ക് ചെയ്യപ്പെടുന്നത്. So organizations are becoming more and more interested in getting potential gain from making smaller and more frequent purchase orders. They are becoming interested in just-in-time purchasing system. It is a purchase of material or goods in such a way that delivery of purchased item is assured before their use or demand. നമുക്കത് ആവശ്യമാണ് എന്നുള്ളപ്പോൾ മാത്രം തൊട്ട് മുമ്പാണത് പർച്ചേസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ മാസങ്ങളോളം അതിനെ പർച്ചേസ് ചെയ്ത് നമ്മളതിനെ ക്യാരി ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കുകയല്ല. അതിനൊരു ആവശ്യം വന്നു, അതിൻ്റെ യൂസ് വന്നു, അതിനൊരു ഡിമാൻഡ് വന്നു എന്നറിയുമ്പോൾ മാത്രമേ നമ്മളത് എന്ത് ചെയ്യുള്ളൂ, അത് സ്റ്റോക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിനൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഇത് കൊണ്ടുപോകുന്നത്. സോ ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി നമ്മളതിനെ ജിറ്റ് സിസ്റ്റം എന്നാണ് പറയുക. ഷോർട്ട് ഫോമിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം, ജിറ്റ് സിസ്റ്റം എന്ന് വിളിക്കാം. അടുത്തത് FSN അനാലിസിസ് ആണ്. ഫാസ്റ്റ്, സ്ലോ, നോൺ മൂവിങ്. 3 രീതിയിലാണ്. അതായത് ആ ഒരു ഇൻവെൻട്രിയുടെ മൂവ്മെൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് FSN അനാലിസിസ്, ഫാസ്റ്റ്, മൂവിങ് ആൻഡ് നോൺ മൂവിങ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെന്ന് പറയാം, ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ്, 3 രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ ഇറ്റ് ഈസ് എൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക് ദാറ്റ് കാറ്റഗറൈസസ് ഇൻവെൻട്രി ഐറ്റം ബേസ്ഡ് ഓൺ ദിയർ കൺസംഷൻ റേറ്റ് ആൻഡ് മൂവ്മെൻറ്റ് ഫ്രീക്വൻസി. അത് ഓർഗനൈസേഷനിൽ ഫാക്ടറികളിൽ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ബേസിലും അത് എത്രത്തോളമാണ് സ്റ്റോറിയിൽ നിന്ന് മൂവ് ചെയ്യുന്നതിൻ്റെ ബേസിലുമാണ് നമ്മളിവിടെ FSN അനാലിസിസ് എന്ത് ചെയ്തിരിക്കുന്നത്, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, FSN അനാലിസിസ് ബേസ് ചെയ്യുന്ന എന്തിലാണ്, കൺസംഷൻ റേറ്റും അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഫ്രീക്വൻസിയുടെ ബേസിലുമാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. This analysis helps the business to prioritize their inventory management. അപ്പോൾ അവർക്കത് എന്താണ്, ഇൻവെൻട്രി മാനേജ് ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് ഏതൊക്കെയാണ് ഫാസ്റ്റ് മൂവിങ് അതിനെ റീസ്റ്റോക്ക് ചെയ്യുക, സ്ലോ മൂവിങ് ആയിട്ടുള്ളതിനെ കുറച്ചുകൂടെ ടൈം എടുത്ത് റീസ്റ്റോക്ക് ചെയ്താൽ മതി, നോൺ മൂവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പുതിയ ഫ്രഷ് ഓർഡേഴ്സ് കൊടുക്കുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. നോൺ മൂവിങ് ആയിട്ടിരിക്കുവാണ്. സോ അപ്പോൾ ഓൾറെഡി ഉള്ള സ്റ്റോക്ക് തീർന്നതിന് ശേഷം നമുക്ക് ഫ്രഷ് ഓർഡേഴ്സ് കൊടുത്താൽ മതി. സോ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വളരെ വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ സാധിക്കും. ഐഡൻറ്റിഫൈ ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് നീഡിങ് ഫ്രീക്വൻറ്റ് റീപ്ലനിഷ്മെൻറ്റ്, അല്ലേ, പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും. സ്ലോ മൂവിങ് ഐറ്റം റിക്വയർ ക്ലോസർ മോണിറ്ററിങ്. സ്ലോ മൂവിങ് ആണെങ്കിൽ നമ്മൾ നോക്കും എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്രീക്വൻസി എങ്ങനെയാണ്, ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് അതിനെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യേണ്ട ഒരു ടൈമിൽ അത് റീസ്റ്റോക്ക് ചെയ്യും. നോൺ മൂവിങ് ആണെങ്കിലോ നമ്മളൊരു സ്പെഷ്യൽ എന്താണ് മെയിൻ നീഡ് ഡിസ്പോസ്, ചിലതൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യാതിരുന്നത് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ അത് മോശപ്പെട്ട അവസ്ഥയിലോട്ട് ഒരു ഡിസ്പോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരാം. അല്ലെങ്കിൽ നമുക്കത് കുറച്ച് മോണിറ്റർ ചെയ്യണം. ഇനി അത്തരത്തിലുള്ള മെറ്റീരിയലുകൾ നമുക്ക് എത്രത്തോളം എന്ത് ചെയ്യണം, പുതിയ ഓർഡേഴ്സ് കൊടുക്കാതെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ നമ്മൾ അതിലോട്ട് വയ്ക്കണം. കാരണം അത് അത്രത്തോളം പ്രൊഡക്ഷന് യൂസ്ഫുൾ അല്ലാതെ മാസങ്ങളോളം നോൺ മൂവിങ് ആയിട്ടിരിക്കുവാണ്. സോ അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവിടെ നമ്മളൊരു വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക് ആവുകയാണ് നോൺ മൂവിങ് മെറ്റീരിയൽസ് ഓവർ സ്റ്റോക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഇൻവെൻട്രിയുടെ മൂവ്മെൻറ്റിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടത്താം. സോ അതാണ് FSN അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ അനാലിസിസ് ആണ് പറഞ്ഞത്, ABC അനാലിസിസ്, വെഡ് അനാലിസിസ്, ജിറ്റ് സിസ്റ്റം ആൻഡ് FSN അനാലിസിസ്.